മന്ത്രാദികളെയും കൊല്ലുവാൻ പറ്റില്ല, അവരുമായിട്ട് എനിക്ക് യുദ്ധം ചെയ്ത് രാജ്യം വേണ്ട എന്ന് പറഞ്ഞ് ആയുധം താഴെ വെക്കുന്ന അർജുനന് കൃഷ്ണൻ ഉപദേശം കൊടുക്കുന്നുണ്ട്. അത് ഉപദേശം എന്ന് തന്നെ, ഗീത ഉപദേശം എന്ന് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ കൗൺസിലിംഗ് എന്ന് പറയുന്നത് അത് പറയാൻ വേണ്ടിയാണ്, കൗൺസിലിംഗ് ഉപദേശം എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അവിടെ ഉപദേശിക്കുകയാണ്, അർജുനനോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അർജുനെ യുദ്ധത്തിന് തയ്യാറാക്കുക. അതായത് മനസ്സ് തെറ്റിപ്പോയ അല്ലെങ്കിൽ ഉത്കണ്ഠ കൊണ്ട് താഴെയിരുന്നു പോയ അർജുനനെ കൃഷ്ണൻ വേണ്ടതായ സമയത്ത് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് യുദ്ധത്തിലേക്ക് ഇറക്കുക. അപ്പോൾ അത് കൗൺസിലിംഗിൽ നോക്കിയാൽ ആദ്യത്തെ ഉദാഹരണമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അത് കഴിഞ്ഞ് രാമായണത്തിലേക്ക് വരികയാണെങ്കിൽ രാമായണ സമയത്ത് സീതയെ അന്വേഷിച്ച് പോകുന്ന രാമലക്ഷ്മണന്മാർക്ക് ലങ്കയിലേക്ക് കിടക്കുവാൻ വേണ്ടി എന്ത് മാർഗം, അല്ലെങ്കിൽ സീത എവിടെ ഉണ്ടെന്ന് അന്വേഷിക്കണമെന്ന് അറിയാൻ നിൽക്കുമ്പോഴത്തേക്ക് ആഞ്ജനേയന്, ഹനുമാന് ഒരു ഉപദേശം അവിടെ കൊടുക്കുന്നു. അത് ഉപദേശമല്ല, ഹനുമാന് കൊടുക്കുന്ന, ഹനുമാന് മോട്ടിവേറ്റ് ചെയ്യുകയാണ്. ഹനുമാൻ്റെ പഴയ കാര്യങ്ങൾ പറഞ്ഞ് അല്ലെങ്കിൽ കഴിവുകൾ കണ്ടുപിടിച്ച്, ഇന്ന് ചെറുപ്പകാലത്തിൽ നീ സൂര്യനെ കണ്ട് മോഹിച്ച്, പഴമാണെന്ന് മോഹിച്ച് സൂര്യനെ പിടിക്കാൻ വേണ്ടി പോയതും ആ കഥകളും പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്തിട്ട് വേണ്ടതായ പ്രോത്സാഹനം കൊടുത്തിട്ട് ലങ്കയിലേക്ക് ചാടുന്നതായി കാണുന്നുണ്ട്. അപ്പോൾ ഇത് ഹിന്ദു പുരാണങ്ങളിലാണെങ്കിൽ ക്രിസ്തു പറയുന്നുണ്ട്, നിങ്ങളെ മനുഷ്യനെ പിടിക്കുന്ന, മത്സ്യത്തെ പിടിക്കുന്നതല്ല, മനുഷ്യനെ പിടിച്ച് ആക്കുന്ന ആൾക്കാരാക്കാം എന്ന് പറഞ്ഞ് അവിടെ കൗൺസിലിംഗ് നടത്തുന്നുണ്ട്. അപ്പോൾ ഏത് വിഭാഗങ്ങളിലും കൗൺസിലിംഗ് നടന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ പുരാതന കാലം മുതൽ കൗൺസിലിംഗ് എന്ന് പറയുന്ന ഒരു വിഭാഗം അല്ലെങ്കിൽ ഒരു ഭാഗം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഈ യുഗത്തിലേക്ക്, പുതിയ നൂറ്റാണ്ടിലേക്ക് വരികയാണെങ്കിൽ കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ വളരെ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു സംഗതിയാണ്. ആർക്കും കൗൺസിൽ ചെയ്യാം. കൗൺസിലിംഗ് എന്ന് പറയുന്ന ഉപദേശമാണ് എന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആർക്കും കൗൺസിൽ ചെയ്യാം. അപ്പോൾ കൗൺസിലർ എന്താണ് ജോലി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കൗൺസിലിംഗ് ചെയ്യാണ്. അപ്പോൾ കൗൺസിലിംഗ് എന്ന് പറയുന്ന ഉപദേശം കൊടുക്കുക എന്നുള്ളതാണ് ചിലരുടെ തെറ്റായ ധാരണ. അല്ലെങ്കിൽ ഞാൻ കൗൺസിലിംഗ് ചെയ്യുന്നതാണ് എന്ന് വെച്ചാൽ മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുകയാണ്. അല്ലെങ്കിൽ ഹോളിസ്റ്റിക് കൗൺസിലിംഗ് ആണ് നടത്തുന്നത്, അല്ലെങ്കിൽ സ്പിരിച്വൽ കൗൺസിലിംഗ് ആണ് നടത്തുന്നത്. ഇങ്ങനെ പറഞ്ഞ കൗൺസിലിങ്ങിനെ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ കൗൺസിലിംഗ് എന്താണ് എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായൊരു രൂപരേഖ തരുവാനും കൗൺസിലിംഗ് എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയാണ് കൗൺസിലിംഗ് സൈക്കോളജി നടത്തുന്നത്. അപ്പോൾ ഇതിന് പല വിഭാഗങ്ങളുമുണ്ട്, പല ഭാഗങ്ങളുണ്ട്, പല രംഗങ്ങളുണ്ട്, പല മേഖലകളുണ്ട്, പല കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോഴും മനുഷ്യന് ഈ കൗൺസിലിംഗ് സൈക്കോളജി എന്താണെന്ന് മനസ്സിലാക്കും. അപ്പോൾ കൗൺസിലിംഗ് സൈക്കോളജി എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് കൗൺസിലിംഗ് കൊടുക്കുന്നത് മാത്രമല്ല, ഒരാളുടെ പ്രശ്നങ്ങളെ അവർക്ക് മാറ്റുവാൻ വേണ്ടി, അല്ലെങ്കിൽ ആ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി അവരെ ഫെസിലിറ്റേറ്റിംഗ് ചെയ്യുകയാണ്. എന്ന് വെച്ചാൽ അവരെ കൂട്ടത്തിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുകയാണ്. അതൊരു ഉപദേശമല്ല. അപ്പം അഡ്വൈസിങ് ആണ് എന്ന് വെച്ചാൽ ഒരാൾ ഉപദേശിക്കുകയാണ് കൗൺസിലിംഗ് എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവിടെ ഉപദേശിക്കുകയല്ല കൗൺസിലിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശരിക്കും കൗൺസിലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിയേറ്റിംഗ് എ റാഷണൽ തിങ്കിങ് ഇൻ ദ ക്ലയൻ്റ് ആണ്. അവൻ്റെ ചിന്താഗതിക്ക് വ്യക്തമായ ഒരു രൂപരേഖ, മാർഗം കൊടുക്കുന്നതാണ് കൗൺസിലിംഗ് എന്ന് പറയുന്നത്. അല്ലാതെ വെറുതെ കേട്ടുകൊണ്ടിരിക്കുന്നത് അതൊരു ഭാഗമാണ്. ലിസണിങ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഭാഗമാണ്. അഡ്വൈസിങ് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ നമ്മൾ കൗൺസിലിംഗ് പറയാറില്ല, പക്ഷേ അഡ്വൈസ് ചെയ്യേണ്ട സമയത്ത് അഡ്വൈസ് ചെയ്യണം. അത് ഒരിക്കലും ഉപദേശിക്കുന്നു എന്നുള്ള ധാരണയെ കൊണ്ടല്ല, അവരുടെ മനസ്സിലുള്ള ധാരണകളുടെ അല്ലെങ്കിൽ മറന്നു നീക്കി അവരെ വ്യക്തമായ ഒരു മേഖലയിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പം ഫെസിലിറ്റേറ്റിംഗ് ടു റിസോൾവ് ദ പ്രോബ്ലം എന്ന് വെച്ചാൽ നമ്മൾ പ്രോബ്ലത്തിന് അതിനെ ഫെസിലിറ്റേറ്റ് ചെയ്യാൻ മാത്രമാണ്. നമ്മൾ പ്രോബ്ലത്തിൽ ഇറങ്ങി നിന്ന് അതിൻ്റെ കൂട്ടത്തിൽ നിന്ന് പ്രോബ്ലത്തെ പരിഹരിച്ചു കൊടുക്കുക എന്നുള്ളൊരു കൗൺസിലറുടെ ജോലിയല്ല. അതിനെ എങ്ങനെ നേരിടാം എന്നുള്ള ഒരു ഉൾക്കാഴ്ച ആ മനുഷ്യരിൽ ഉണ്ടാക്കുകയാണ്. ആ ഉൾക്കാഴ്ച ഉണ്ടാക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതാണ് ഫെസിലിറ്റേറ്റിംഗ് ടു റിസോൾവ് ദ പ്രോബ്ലം. ഒരു പ്രശ്നത്തെ നേരിടുവാൻ വേണ്ടി എങ്ങനെയാണ് അയാളെ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഈ കൗൺസിലിംഗിൻ്റെ ഒരു സ്റ്റെപ്പ് അല്ലെങ്കിൽ ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം പ്രൊഫഷണൽ. ഈ കൗൺസിലിംഗ് എന്ന് പറയുമ്പോൾ ഒരു ക്ലയൻറ്റും, നമ്മൾ ഒരിക്കലും ഒരു പേഷ്യൻ്റ് എന്ന് പറയുന്നത് ക്ലയൻറ്റും കൗൺസിലറുമായിട്ടുള്ള ബന്ധം എന്ന് വെച്ചാൽ പ്രൊഫഷണൽ റിലേഷൻഷിപ്പാണ്. അതിനപ്പുറത്തേക്ക് റിലേഷൻഷിപ്പ് അവർ തമ്മിലില്ല. അപ്പോൾ എപ്പോഴും ഇതൊരു വലിയ കാര്യം നമ്മൾ മനസ്സിലാക്കാനാണ്. ആ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു പ്രൊഫഷണൽ റിലേഷൻഷിപ്പ് മാത്രമേ ആകാമുള്ളൂ. പലപ്പോഴും നമ്മൾ കൗൺസിലിംഗ് എന്ന് പറയുമ്പോൾ, അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ആ പ്രൊഫഷണൽ റിലേഷൻഷിപ്പ് അപ്പുറത്തേക്ക് ബന്ധം വരുമ്പോൾ അത് കൗൺസിലിംഗ് ആകുകയില്ല. കൗൺസിലിങ്ങിന്
വേണ്ട രീതിയിൽ, അല്ലെങ്കിൽ കൗൺസിലിങ്ങിൻ്റെ ആ പരിധിക്ക് അപ്പുറത്തേക്കാവും. അപ്പം അതിനെ നമുക്ക് കൗൺസിലിംഗ് എന്ന് പറയാൻ പറ്റില്ല. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു ഭാഗമാണ്, അല്ലെങ്കിൽ ഒരു രംഗമാണ് കൗൺസിലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ പലരും കൗൺസിലർ എന്ന് പറഞ്ഞിട്ട് അയാളുടെ പ്രശ്നം വന്ന് അയാളുടെ കൂട്ടത്തിൽ പോയി അയാളുടെ കാര്യങ്ങൾ നടന്നു, അയാളുടെ വീട്ടിൽ പോയി, അല്ലെങ്കിൽ അയാൾ ഇരിക്കുന്നിടത്ത് ചെയ്യുന്നു, അങ്ങനെ പറയുന്നു. അപ്പോൾ പലപ്പോഴും നമുക്ക് ഫോൺ കോൾ കിട്ടാറുണ്ട്, ഡോക്ടർ ഒന്ന് വിളിച്ചങ്ങോട്ട് സംസാരിക്കുമോ? അത് നമ്മുടെ ജോലിയല്ല. ശരിക്കും ഒരാളെ വിളിച്ച് നമ്മൾ അത് സംസാരിക്കുക എന്ന് പറയുന്നതല്ല. എന്നാൽ നമ്മൾ ചെയ്യുന്ന ജോലിയുടെ ഭാഗമായിട്ട് വേണം നമുക്ക് വിളിക്കാം, അല്ലെ ജോലിയുടെ ഭാഗമായിട്ട് നമുക്ക് അവരുമായിട്ട് സംസാരിക്കാം. അതല്ലാതെ അതിനപ്പുറത്തേക്ക് ഒരു പ്രൊഫഷണൽ റിലേഷൻഷിപ്പ് കൗൺസിലറും കൗൺസിലിംഗ് തമ്മിൽ ഉണ്ടാകാൻ പാടില്ല. ഇത് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ അവർ തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ പ്രൊഫഷണൽ ആയിരിക്കണം. പിന്നെ ഇത് ഫേസ് ടു ഫേസ് സിറ്റുവേഷൻ ആയിരിക്കും. എപ്പോഴും ഒരു കൗൺസിലിങ്ങിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ ഫേസ് ടു ഫേസ് സിറ്റുവേഷൻ ആയിരിക്കണം. അപ്പം രണ്ടുപേരും ഒരുമിച്ച് ഇരുന്ന് ഒരു മേശയ്ക്ക് ചുറ്റുപാടും ഇരുന്ന് സംസാരിക്കുന്ന രീതിയിലായിരിക്കണം. അതല്ലാതെ ഉള്ളതിനെ ഒരു കൗൺസിലിംഗ് രംഗത്തിൽ അതിൻ്റെ പരിധിക്കപ്പുറത്തായിരിക്കും. അപ്പം എപ്പോഴും കൗൺസിലിംഗ് എന്ന് പറയുന്നത് ഒരു 1-to-1 ഒരു ഫേസ് ടു ഫേസ് റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്നതായിരിക്കണം. അപ്പോൾ പണ്ട് കാലങ്ങളിൽ ഇത് വെച്ചുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ അഡ്വൈസിങ് ആണ്. എന്ന് വെച്ചാൽ അഡ്വൈസ്, ഉപദേശം കൊടുക്കുക എന്ന്. ഇത് നടത്തിക്കൊണ്ടിരുന്ന ആദ്യമായിട്ട് ഇതൊക്കെ ഉണ്ടാക്കിയിരുന്നത് ഫൈനാൻസിലെ കാര്യം, അതായത് സാമ്പത്തികമായ കാര്യങ്ങളിൽ ഉപദേശം കൊടുക്കുകയായിരുന്നു. അപ്പം നമ്മൾ എങ്ങനെ പണം കൈകാര്യം ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെ നിങ്ങളുടെ പണത്തെ വിനിയോഗിക്കണം, അല്ലെങ്കിൽ അത് ഏത് രീതിയിലൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിന് ഒരു യഥാർത്ഥത്തിൽ ഒരു സാമ്പത്തികമായ അതിനെ മാനേജ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പഠിപ്പിക്കാൻ വേണ്ടിയായിരുന്നു കൗൺസിലിംഗ് ഉപയോഗിച്ചിട്ടുണ്ട് ആദ്യ കാലഘട്ടങ്ങളിൽ. പിന്നെ ഇത് നടത്തിക്കൊണ്ടിരുന്ന കൂടുതലും പ്രീസ്റ്റ്, അല്ലെങ്കിൽ വൈദികന്മാർ, അല്ലെങ്കിൽ തിരുമേനിമാർ, അല്ലെങ്കിൽ സന്യാസിമാർ, ഇവരൊക്കെയാണ് കൗൺസിലിംഗ് പറഞ്ഞ് നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോഴും അത് തെറ്റിദ്ധരിക്കപ്പെടുന്നു. അപ്പോൾ എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടായാൽ ആദ്യം തന്നെ കൗൺസിലിംഗ് ഉണ്ട്. എവിടെ കൊണ്ടുപോയി? ഞങ്ങളുടെ പള്ളിയിലുള്ള അച്ഛൻ, അല്ലെ ഞങ്ങളുടെ അമ്പലത്തിലുള്ള തിരുമേനി, അല്ലെ ഞങ്ങളുടെ സ്വാമി, ഇവരാണ് കൗൺസിലിംഗ്. അപ്പോൾ ഈ കൗൺസിലിംഗ് എപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്നത്. ഇവരുടെ ജോലിയല്ല കൗൺസിലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും ഒരു ജോലിയുണ്ട്, അത് ആദ്യം മനസ്സിലാക്കുക. അതുകൊണ്ടാണ് പറഞ്ഞത് കൗൺസിലിംഗ് എന്ന് പറയുമ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഫെസിലിറ്റേറ്റിംഗ് ടു റിസോൾവ് ദ പ്രോബ്ലമാണ്. ആ പ്രോബ്ലത്തിലേക്ക് ഇറങ്ങി ചെന്നിട്ട് നമ്മൾ ചെയ്യല്ല, ആ പ്രശ്നങ്ങളെ നേരിടുവാൻ വേണ്ടി അവനെ നമ്മൾ തയ്യാറാക്കുകയാണ്. അതുപോലെ ഇതൊരു പ്രൊഫഷണൽ റിലേഷൻഷിപ്പാണ്. അതിനപ്പുറത്തേക്ക് ഒരു ക്ലയൻറ്റും, ഈ ക്ലയൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും കൗൺസിലിംഗ് വരുന്ന പേഷ്യൻ്റ് എന്ന് പറയാറില്ല, അവരുടെ ക്ലയൻറ്റ് എന്നാണ്. ആ ക്ലയൻറ്റും കൗൺസിലറും തമ്മിലുള്ള പ്രൊഫഷണൽ റിലേഷൻഷിപ്പാണ്. ഇത് ഫേസ് ടു ഫേസ് ആയിരിക്കുകയും വേണം. അപ്പോൾ മാത്രമേ ഇതിനെ നമുക്ക് കൗൺസിലിംഗ് എന്ന് പറയാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇതിനെ കൗൺസിലിംഗ് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം കൗൺസിലിങ്ങിനകത്ത് നമ്മൾ ചെയ്യുന്ന ഇതിന് പല ഭാഗങ്ങളുണ്ട്. ഗൈഡൻസ് പറഞ്ഞുകൊണ്ട്, സൈക്കോതെറാപ്പി ഉണ്ട്, കൗൺസിലിംഗ് ഉണ്ട്. ഇതെല്ലാം മൂന്ന് വിഭാഗങ്ങളാണ്. അപ്പം നമ്മൾ എന്തൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ, അതിനു മുമ്പ് ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കി. ഏത് സൈക്കോളജിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം, ഏത് കൗൺസിലറെ സംബന്ധിച്ചിടത്തോളം ഈ ഇൻട്രാക്ഷൻ വിത്ത് ക്ലയൻറ്റ് എന്ന് പറഞ്ഞാൽ ടു ഹെൽപ്പ് ടു സോർട്ട് ഔട്ട് ദ പ്രോബ്ലമാണ്. അല്ലെങ്കിൽ അവൻ്റെ ഗോളിനെ, അല്ലെങ്കിൽ അവൻ്റെ ലക്ഷ്യത്തെ സാധീകരിക്കാൻ വേണ്ടി, ലക്ഷ്യത്തെ നേടാൻ വേണ്ടിയുള്ള സഹായം മാത്രമേ ആകാവുള്ളൂ, അതിനപ്പുറത്തേക്കാകാൻ പാടില്ല. അപ്പം നമ്മളൊരു ഗോള് വയ്ക്കുക, ഒരു കൗൺസിലിംഗ് ഒരു ഗോൾ, ഇന്നതാണ് ഗോൾ. ആ ഗോളിനെ വെച്ചിട്ട് ആ ഗോളിനെ നേടാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ ഗൈഡൻസ് പറയുന്നതും സൈക്കോതെറാപ്പി എന്ന് പറയുന്നതും കൗൺസിലിംഗ് വ്യത്യാസമാണ്. ഗൈഡൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ആളുടെ ഗൈഡൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ടാപ്പിംഗ് ദ പൊട്ടൻഷ്യൽ ഇൻ ദ ക്ലയൻ്റ് ആണ്. അവൻ്റെ കഴിവുകളെ മനസ്സിലാക്കി അവൻ്റെ കഴിവുകൾക്കനുസരിച്ച് അയാൾ ആ കഴിവ് നേടാൻ വേണ്ടി നമ്മൾ സഹായിക്കുന്നതാണ് ഗൈഡൻസ് പറയാം. ഒരു വഴികാട്ടിയാണ്. ഗൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മളവനെ വഴികാട്ടിയാണ്. അതായത് ഒരു കഴിവയക്കൊണ്ട് ആളൊരു നല്ലൊരു കലാകാരനാണെങ്കിൽ അതിനൊരു നല്ല കലാകാരനാക്കി മാറ്റാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നല്ലൊരു ക്ലറിക്കൽ ജോലിയാണെങ്കിൽ ഇയാളെ നമ്മൾ മനസ്സിലാക്കി തനിക്ക് പറ്റുന്ന ജോലി ക്ലറിക്കൽ ജോലിയാണ് എന്ന് പറഞ്ഞ് അതിലേക്ക് നമ്മൾ വരിക. അപ്പം അയാളുടെ പൊട്ടൻഷ്യൽ, അയാളുടെ കഴിവിനെ മനസ്സിലാക്കി ആ കഴിവിനെ നേരിടാൻ വേണ്ടി ചെയ്യുന്ന ആണ് ഗൈഡൻസ് എന്ന് പറയുന്നത്. ഗൈഡൻസ് പറയുമ്പോൾ ഹെൽപ്പ് പേഴ്സണൽ ആൻഡ് സോഷ്യൽ റിലേഷൻഷിപ്പാണ്. ഒരാളുടെ പേഴ്സണൽ ആൻഡ് സോഷ്യൽ റിലേഷൻഷിപ്പിനെ, അതായത് ആളുടെ കഴിവനുസരിച്ച് സമൂഹവുമായിട്ട് അല്ലെങ്കിൽ എങ്ങനെ ചേർന്ന് പോകാമെന്നുള്ള പഠിപ്പിക്കാനായിട്ടാണ്. പിന്നെ കരിയർ, ഏത് ജോലിയിലേക്ക് പോകണം, പിന്നെ സമൂഹവുമായിട്ട് അവനെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ള രീതി പഠിക്കും. അപ്പം ഗൈഡൻസ് പറയുന്നത് പേഴ്സണൽ ആൻഡ് സോഷ്യൽ ഹെൽപ്പാണ്.
അപ്പം വ്യക്തിപരമായിട്ടും സാമൂഹ്യപരമായിട്ടും അവനെ നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സഹായ സഹകരണം ചെയ്യുന്നതാണ് ഗൈഡൻസ് എന്ന് പറയുന്നത്. അപ്പം രണ്ട് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം. കൗൺസിലിംഗ് എന്ന് പറയുന്നത് അയാളുടെ ഒരു പ്രോബ്ലത്തെ സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ വഴികാട്ടി നിൽക്കുകയും, ഇവിടെ വഴികാട്ടി മാത്രമല്ല നമ്മൾ ഇയാളെ സഹായിക്കും കൂടെ. എങ്ങനെ സഹായിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പേഴ്സണൽ കാര്യങ്ങൾ നേരിടുവാൻ വേണ്ടി അയാളുടെ കഴിവനുസരിച്ച്, ദാറ്റ് ഇസ് ടാപ്പിംഗ് ദ പൊട്ടൻഷ്യൽ, ആളുടെ കഴിവനുസരിച്ച് ഒരു ജോലി തിരഞ്ഞെടുക്കണം. ഏത് ജോലിക്ക് നിങ്ങൾക്ക് പറ്റും, ഏത് ജോലിയാണ് നിങ്ങൾക്ക് നല്ലത് എന്ന് മനസ്സിലാക്കി കൊടുക്കുക. അപ്പം നമ്മുടെ ഇടയ്ക്ക് ഒരാൾ വരികയാണെങ്കിൽ ഒരു ഗൈഡൻസ് കൊടുക്കുന്ന ഒരാളുടെ എഡ്യൂക്കേഷണൽ ഗൈഡൻസ്, എനിക്ക് പഠിക്കണം, ഇനി കഴിഞ്ഞ് ഞാൻ എൻ്റെ +2 കഴിഞ്ഞ് ഞാൻ എന്ത് പഠിക്കണം എന്ന് ചോദിക്കുന്ന അയാളെ എന്ത് പഠിക്കാനായിട്ടുള്ള സഹായം ചോദിക്കണം. അപ്പം നമുക്ക് പല കാര്യങ്ങളും പറയാം. എന്നിട്ട് അയാളുടെ കഴിവ് ഏതാണെന്ന് കണ്ട് അയാൾക്ക് ഹ്യൂമാനിറ്റീസ് ആണോ അയാൾക്ക് പഠിക്കാനായിട്ടുള്ള പോകും, അല്ലെങ്കിൽ കണക്കാണോ പഠിക്കുക, അല്ലെങ്കിൽ സയൻസ് ആണോ, അയാൾ എന്താണ് കഴിവ് എന്നനുസരിച്ച് അയാളെ പഠിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യാം. ഒരു ജോലിക്ക് വന്ന് എനിക്ക് ഏത് ജോലി ചെയ്യാം, ഞാനൊരു ഡോക്ടറാകണമെന്ന് ഞാൻ വിചാരിക്കും, എനിക്കത് ഡോക്ടറാകാൻ പറ്റുമോ? അല്ലെങ്കിൽ ഞാനൊരു എഞ്ചിനീയറാണ്, ഞാൻ എഞ്ചിനീയർ ആകാൻ പറ്റുമോ? ഇനി എഞ്ചിനീയറിംഗ് തന്നെ തിരഞ്ഞെടുക്കും, അത് ഞാൻ മെക്കാനിക്കൽ എടുക്കണോ, ഞാൻ ഇലക്ട്രിക്കൽ എടുക്കണോ, ഞാൻ കെമിക്കൽ എഞ്ചിനീയറിംഗ് എടുക്കണോ? അതനുസരിച്ച് ആളുടെ കഴിവനുസരിച്ച് നമ്മൾ അതിലേക്ക് തിരിച്ചു വിടുക. അതാണ് ഗൈഡൻസ്. പിന്നെ സമൂഹമായിട്ട് ചേരാൻ പറ്റാത്തവരോ, ഒരു ഓവറോൾ ഡെവലപ്മെൻറ്റ്, ഒരു പേഴ്സണൽ ഗ്രോത്ത്, ഒരു ബിസിനസ് നടത്തണം. ആ ബിസിനസ്സിനകത്ത് നമുക്ക് എന്ത് ചെയ്യണം, ആ ബിസിനസ്സിനെ വളർത്താൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് സമൂഹമായിട്ട് ചേരാൻ പറ്റുന്നില്ല, എന്ത് ചെയ്യണം? ഇവിടെയാണ് നമ്മൾ ഗൈഡൻസ് കൊടുക്കുന്നത്. അപ്പം ഗൈഡൻസ് പറയുന്ന ടാപ്പിംഗ് ദ പൊട്ടൻഷ്യൽ, ആളിലുള്ള ഒരു കഴിവിനെ നമ്മൾ കണ്ടുപിടിച്ച് ആ കഴിവിനെ വളർത്തുവാൻ വേണ്ടിയിട്ട് നമ്മൾ സഹായിക്കുന്നതാണ് ഗൈഡൻസ് പറയുന്നത്. ദെൻ സൈക്കോതെറാപ്പി. ഈ സൈക്കോതെറാപ്പി എന്നൊരു കംപ്ലീറ്റ് ചേഞ്ചാണ് നമ്മൾ സൈക്കോതെറാപ്പി ഒരാളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സൈക്കോതെറാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈക്കോതെറാപ്പിയും കൗൺസിലിംഗ് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൗൺസിലിംഗ് എന്ന് പറഞ്ഞ് ഒരു 6, 7, 8 സെഷൻ, അല്ലെങ്കിൽ ഒരു 10, 12 സെഷൻ വരെ ഒരു 5, 6 മാസത്തിനുള്ളിൽ നമ്മൾ തീർക്കുന്നതാണ്. ചിലപ്പോൾ 2, 3 ആഴ്ചകൾ കൊണ്ടാകാം. ഒരു പർട്ടിക്കുലർ കാര്യത്തിന് വന്ന് ആ ഒരു സംഗതിയെ മാത്രം, ഒരു ഫാമിലി ഇഷ്യൂ നമ്മൾ കാണുന്നു, അതൊരു ഷോർട്ട് ടേം പെട്ടെന്ന് നമ്മൾ ഉണ്ടാക്കേണ്ട ഒരു സംഗതിയാണ്. അപ്പോൾ ഒരു 5, 6 ആഴ്ച അല്ലെങ്കിൽ ഒരു 6 മാസത്തിനപ്പുറത്തേക്ക് നമ്മൾ കൗൺസിലിംഗ് സെക്ഷൻ കൊണ്ടുപോകാറില്ല. ദാറ്റ് ഇസ് വെരി ഷോർട്ട് ടേം ആണ് നമ്മൾ വയ്ക്കുന്നത്. സൈക്കോതെറാപ്പി ഒരു കംപ്ലീറ്റ് ചേഞ്ചാണ്. ആ കംപ്ലീറ്റ് ചേഞ്ച് അത് 5, 6 സെക്ഷൻ അല്ലെങ്കിൽ 10, 12 സെക്ഷൻ എന്ന് പറയുന്നത് 6 മാസം മുതൽ 2 വർഷം വരെയൊക്കെ നമുക്ക് നീണ്ടു നിൽക്കാൻ പറ്റും. കാരണം ഒരു കംപ്ലീറ്റ് ചേഞ്ചാണ് ഒരു മനുഷ്യനിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് എന്ത് തെറാപ്പി വേണം? ഇയാൾക്ക് കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പിയാണോ വേണ്ടത്? ഇയാൾക്ക് വേറെ എന്തെങ്കിലും തരത്തിലുള്ള തെറാപ്പിയാണോ? ഒക്യുപേഷൻ തെറാപ്പിയാണോ വേണ്ടത്? അത് വൊക്കേഷൻ തെറാപ്പിയാണോ വേണ്ടത്? അങ്ങനെ നമ്മൾ തിരിച്ച് അയാളെ കണ്ടുപിടിച്ചിട്ട് ആ കംപ്ലീറ്റ് ചേഞ്ച് ഒരാളിലുണ്ടാക്കുകയാണ്. അപ്പോൾ ഗൈഡൻസ് പറയുന്ന ഒരാൾക്ക് വഴികാട്ടിയും നമ്മൾ ഒരാളെ അയാളുടെ കഴിവനുസരിച്ച് തിരിച്ചു വിടുകയും, സൈക്കോതെറാപ്പി എന്ന് പറയുന്ന കംപ്ലീറ്റ് ചേഞ്ചിന് വേണ്ടിയിട്ടുള്ള മാറ്റങ്ങളിൽ അയാളെ വരുത്തുക. അതിന് വേണ്ടുന്നതായ തെറാപ്പി തന്നെ, അതിന് വേണ്ടുന്നതായ മാറ്റങ്ങൾ വരുത്താൻ വേണ്ട, അല്ലെങ്കിൽ ആ ഗോൾ എത്താൻ വേണ്ടതാണ് ഒരു കംപ്ലീറ്റ് ചേഞ്ച്, ഒരു പേഴ്സണാലിറ്റി തന്നെ ആയിട്ട് ചേഞ്ച് വരുത്താൻ വേണ്ടിയിട്ടാണ് സൈക്കോതെറാപ്പി. അതേസമയം കൗൺസിലിംഗ് എന്ന് പറയുന്നത് അയാളെ നമ്മളൊരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുകയാണ്. അപ്പോൾ കൗൺസിലിംഗ് എന്ന് പറയുന്നതിനകത്ത് നോക്കണം, ഈ ഇതിനകത്തില്ലാത്തത് ഇതൊരു 1-to-1 ഫേസ് ടു ഫേസ് ആയിരിക്കണം ഓൾവേസ്. ഈ കൗൺസിലിംഗ് ഫേസ് ടു ഫേസ് ആയിരിക്കും. രണ്ടാമത് ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൂട്ടത്തിൽ നിൽക്കുകയല്ല, പക്ഷെ അതിന് അയാളെ തയ്യാറപ്പെടും. അയാളുടെ ഉൾക്കാഴ്ച, ക്രിയേറ്റിംഗ് എ റാഷണൽ തിങ്കിങ്, എന്താണോ സംഭവിക്കുന്നത് ആ സംഭവിക്കുന്നതിനെ കുറിച്ച് വ്യക്തമായൊരു ധാരണ മനസ്സിലാക്കി അയാൾക്ക് ഒരു ഉണർവുണ്ടാക്കുന്ന, അല്ലെങ്കിൽ അയാളുടെ മാറ്റമുണ്ടാക്കുന്ന, അയാളുടെ ചിന്താഗതിയിലും അയാളുടെ പെർസെപ്ഷനിലും അയാളുടെ കാഴ്ചപ്പാടിലും വ്യത്യാസം ഉണ്ടാക്കുന്ന കൗൺസിലിംഗ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഗൈഡൻസ് കൊടുക്കുമ്പോഴും സൈക്കോതെറാപ്പി കൊടുക്കുമ്പോഴും കൗൺസിലിംഗ് കൊടുക്കുമ്പോഴും എന്താണ് ഇതിൻ്റെ വ്യത്യാസം എന്നുള്ളത് മനസ്സിലാക്കണം. മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പം ഗൈഡൻസ്, സൈക്കോതെറാപ്പി, കൗൺസിലിംഗ് മൂന്ന് ഇതിലാണ്, 3 രീതിയിൽ തന്നെയാണ് അത് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ കൗൺസിലിംഗ് എന്ന് പറയുമ്പം അതിൻ്റെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ക്ലയൻറ്റ് ആൻഡ് സൈക്കോളജിസ്റ്റ്, കൗൺസിലർ തമ്മിലുള്ളത് അതിൻ്റെ ഗ്രോത്തിനും അതിന് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതിന് ഫേസ് ടു ഫേസ് തന്നെയാണുള്ളത്.
ഇത് മൾട്ടി കൾച്ചറൽ പ്രോസസ്സാണ്. കൗൺസിലിംഗ് മൾട്ടി കൾച്ചറൽ പ്രോസസ്സാണ്. അപ്പം റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ക്ലയൻറ്റ് ആൻഡ് ദ കൗൺസിലർ എന്ന് പറയുന്നത് പ്രൊഫഷണൽ റിലേഷൻഷിപ്പാണ് അതിനകത്തുള്ളത്. എല്ലാത്തിനും പ്രൊഫഷണൽ റിലേഷൻഷിപ്പാണ്. ഇയാൾ പേഴ്സണൽ റിലേഷൻഷിപ്പിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റിന് വേണ്ടി നമ്മൾ ഇയാളെ പ്രാപ്തനാക്കുക എന്ന് വെച്ചാൽ അയാളുടെ ആ കഴിവുകളെ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അയാളുടെ മനസ്സിനകത്തുള്ള ചിന്താഗതിയെ മാറ്റിയിട്ട് അതിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ടുള്ള നമ്മളൊരു സഹായം നമ്മൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ഡിഫറൻസ് മനസ്സിലാക്കണം. ഗൈഡൻസ്, സൈക്കോതെറാപ്പി, കൗൺസിലിംഗ്. അപ്പോൾ ഇതിൻ്റെ മെയിനായിട്ട് നമ്മൾ സൈക്കോതെറാപ്പി എന്നുള്ളത് ചോദിക്കുകയാണ്, എന്താണ് സൈക്കോതെറാപ്പിയും കൗൺസിലിംഗ് തമ്മിലുള്ള വ്യത്യാസം? പറഞ്ഞാൽ സൈക്കോതെറാപ്പി എന്നൊരു കംപ്ലീറ്റ് ചേഞ്ച് ഒരാളുടെ പേഴ്സണാലിറ്റികൾ ഉണ്ടാക്കുകയാണ്. അതിൻ്റെ കാലാവധി എന്ന് പറയുന്നത് 6 മാസം മുതൽ 2 വർഷം വരെയാണ്. അപ്പോൾ ഒരു കൗൺസിലിംഗ് നമ്മൾ അതിലപ്പുറത്തേക്ക് നമ്മൾ കൊണ്ടുപോയി. കൗൺസിലിംഗ് സാധാരണഗതിയിൽ മാക്സിമം നമ്മളൊരു 6 മാസമാണ് നമ്മൾ വയ്ക്കുന്നത്. ഡിപ്പെൻസ്, അത് ഏത് രീതിയാണ്, എന്താണ് നമ്മുടെ ഗോൾ അതനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. ഇറ്റ്സ് എ പ്രൊഫഷണൽ റിലേഷൻഷിപ്പ്. അതാണ് ഈ കൗൺസിലിംഗ് ഏറ്റവും വലിയ. ഇറ്റ്സ് എ പ്രൊഫഷണൽ റിലേഷൻഷിപ്പ്, ഫേസ് ടു ഫേസ്. അപ്പോൾ ഇത് മൂന്നും ഇതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കി. ഗൈഡൻസ്, സൈക്കോതെറാപ്പി ആൻഡ് കൗൺസിലിംഗ്. ഇതെപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു മേഖലയാണ്. അപ്പോൾ ഇതിനകത്ത് ഈ കൗൺസിലിംഗ് തുടങ്ങുമ്പോൾ കൗൺസിലിംഗ് എങ്ങനെയാണ് തുടങ്ങി, ഇതിൻ്റെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ് കൗൺസിലിംഗ്? ഇത് ഫ്രാങ്കാണ് തുടങ്ങിയത് 1908. അന്ന് ഇദ്ദേഹം തുടങ്ങുമ്പോൾ ദ നോളജ് ഓഫ് ഒരു ജോലിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, ആളെക്കുറിച്ച് മനസ്സിലാക്കുക. ഇത് നമ്മൾ ആദ്യം പറഞ്ഞല്ലോ, ഒരു എന്ത് ജോലി ചെയ്യാൻ പറ്റും, എന്ത് തരത്തിലുള്ള ജോലിയാണ്, ഈ ജോലിക്ക് നിങ്ങൾക്ക് എന്തൊക്കെയാണ് കഴിവുണ്ട്, ഇത് നിങ്ങളുടെ സെൽഫും അണ്ടർസ്റ്റാൻഡിങ് സെൽഫും ജോലിയും തമ്മിലുള്ള അറിവ്, അവനെക്കുറിച്ച് മനസ്സിലാക്കി ജോലിയെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് അതിന് എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചായിരുന്നു ചെയ്തത്. 1908 ആദ്യമായിട്ട് നമ്മൾ ഈ കൗൺസിലിംഗ് എന്ന് പറഞ്ഞ് നമ്മൾ തുടങ്ങിയിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡേവിസ് എന്ന് പറയുന്നതാണ് വൊക്കേഷണൽ മോറൽ കൗൺസിലിംഗ്. എന്ത് ജോലി എടുക്കണം, ഒരു വൈകാരികമായിട്ട് അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള വളർച്ചകൾ എന്തൊക്കെയാണ്, മോറൽ വാല്യൂസ് എന്തൊക്കെയാണ് എന്ന് പറഞ്ഞത് ദാറ്റ് ഇസ് ജെയിംസ് ബി ഡേവിസ് ആണത് തുടങ്ങിയത്. അത് കഴിഞ്ഞ് ക്ലിഫോർഡ് ബീൻ ആണ് അതിനും പിന്നെ വ്യത്യാസം. അത് കൂടുതലും മെൻ്റൽ ഹെൽത്തിനെ ബേസ് ചെയ്ത്, ക്ലിഫോർഡാണ് മെൻ്റൽ ഹെൽത്തിനെ ബേസ് ചെയ്തിട്ടുള്ള കൗൺസിലിംഗ് നടത്തിയത്. അപ്പോൾ ആദ്യം തുടങ്ങിയത് മെയിൻലി കൗൺസിലിംഗ് എന്ന് പറയുന്നത് ജോലിയെ സംബന്ധിച്ചിടത്തോളമായിരുന്നു. എന്ത് ജോലി ചെയ്യണം, ആ ജോലി എങ്ങനെയുള്ളതാണ്, നമ്മൾ അവനെ മനസ്സിലാക്കിയിട്ട് എനിക്ക് ആ ജോലി ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ചെയ്തുകൊണ്ടിരുന്നതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ വൊക്കേഷണൽ ആൻഡ് മോറൽ വാല്യൂസിനെ കുറിച്ച്, വൊക്കേഷണൽ എന്ത് ജോലി, അതിൻ്റെ മാനസികമായ നിലപാട്, എങ്ങനെ സാമൂഹ്യമായിട്ട് ചെയ്യണം, അങ്ങനെയുള്ളതായിരുന്നു കൊടുത്തത്. അത് ജെയിംസ് ബി ഡേവിസ് എന്ന് പറയുന്നത്. ഇതിനെ ക്ലിഫോർഡ് ബീനാണ് നമ്മൾ കൂടുതലും സൈക്കോതെറാപ്പി ആയിരുന്നു, സൈക്കോളജിക്കായിട്ട് ബന്ധപ്പെട്ട് വന്ന് അത് മെൻ്റൽ ഹെൽത്തിനെ കുറിച്ചുള്ളതായിരുന്നു വന്നത്. ഇന്ത്യയിലാണെങ്കിൽ 1941 തുടങ്ങിയത്. ബോംബെയിലാണ് 1941 നമ്മൾ കൗൺസിലിംഗ് എന്ന് പറഞ്ഞ് തുടങ്ങിയത്. 1954 പിന്നെ നമ്മൾ ഇന്ത്യയിൽ ഇത് ഗ്രോത്ത് ചെയ്യുകയും അത് പഠിപ്പിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കുകയും ഗവൺമെൻറ് ഇത് പിന്നീട് അത് നിയമപരമായിട്ടുള്ള പ്രാബല്യത്തിലേക്ക് കൊണ്ടുവന്നു. കാരണം എന്ന് വെച്ചാൽ കൗൺസിലിംഗ് എന്താണെന്നുള്ളതും അതിന് നിയമപരമായിട്ട് എന്തൊക്കെ വേണം, ഒരു കൗൺസിലർക്ക് എന്തൊക്കെ വേണമെന്നുള്ളതും അതുവരെ അങ്ങനെ ഒരു നിയമം ഉണ്ടാകുന്നത് വരെ എല്ലാവരും കൗൺസിലിംഗ് എന്ന് പറഞ്ഞ് നടക്കുമായിരുന്നു. പക്ഷെ ഒരു കൗൺസിൽ പ്രൊഫഷണൽ ആകണം എന്നുണ്ടെങ്കിൽ അയാൾക്ക് അതിന് ലൈസൻസ് ഉണ്ടായിരിക്കണം. റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ അതിന് ലൈസൻസ് കൊടുക്കുന്നുണ്ട്. പിന്നെ പല കോളേജുകളിലും കൗൺസിലിങ്ങിന് മാത്രമായിട്ട് സെക്ഷൻ നടത്തി, ഡിപ്ലോമ കോഴ്സുമൊക്കെ നടത്തി അതിന് അംഗീകാരം കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർക്ക് കൗൺസിലിംഗ് നടത്താം. ഇതൊന്നുമില്ലാത്ത ആൾക്കാരാണ് പലപ്പോഴും നടത്തുന്നത്. എന്താണ് കൗൺസിലിംഗ് എന്ന് പോലും അറിയാത്ത ആൾക്കാർ നടത്താം. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. എപ്പോഴും ഒരു കൗൺസിലിംഗ് എന്ന് പറയുമ്പോൾ അതിന് പ്രൊഫഷണലി അപ്രൂവ്ഡ് ആയിട്ടുള്ള ആളാണോ എന്ന് നോക്കുക. കാരണം തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു സംഗതിയാണ്. കാരണം ഇത് സൈക്കോളജിയായിട്ട് ബന്ധമുള്ള സൈക്കോളജിക്കൽ ഡിസീസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് എന്തൊക്കെയാണ് മാനസിക രോഗങ്ങൾ, ആ മാനസിക രോഗങ്ങൾ ഏതൊക്കെ തരത്തിലുള്ളതാണ് എന്നൊക്കെ മനസ്സിലാക്കിയ ഒരാൾ വേണം നമ്മൾ കൗൺസിലിംഗ് പോകാൻ. ഒരു ഉദാഹരണം ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പം ഭർത്താവിന് ഭാര്യ സംശയം എന്ന് പറയുമ്പോൾ, സംശയം എന്ന് പറയുന്ന രോഗമുണ്ട്, പാരനോയിയ. ഈ പാരനോയിയ അറിയില്ലാത്ത ഒരാൾ കൗൺസിലിംഗ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ രോഗം എന്താണെന്ന് അറിയാതെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് വിജയം ഉണ്ടാവില്ല.
അപ്പോൾ പാരനോയ എന്നൊരു രോഗമുണ്ടെന്നും അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നും ആ ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അത് രോഗമാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനും അത് വ്യക്തമായിട്ട് മനസ്സിലാക്കാനും അങ്ങനെ അതിന് ചികിത്സ എന്ത് വേണമെന്നുള്ളത് തീരുമാനിക്കുക, അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനും കഴിവുണ്ടായിരിക്കണം. അപ്പോൾ സൈക്കോളജിയായിട്ട് ഉള്ളതും മാനസിക രോഗങ്ങളെക്കുറിച്ചും അറിവില്ലാത്ത ഒരാളാണ് ഇവിടെ കൗൺസിലിംഗ് നടത്തുന്നതെങ്കിൽ ആ കൗൺസിലിംഗ് പരാജയപ്പെടുകയുള്ളൂ. ഒരു കുട്ടിയെ പഠിപ്പിക്കണം എന്നൊരു ഗൈഡൻസ് കൊടുക്കുന്ന ആൾക്കാർക്ക് ആ കുട്ടിയുടെ ഇൻ്റലിജൻസ് എന്താണെന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ, ഇൻ്റലിജൻസിൻ്റെ ലെവൽ എത്രയാണെന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ, എന്താണ് മെൻ്റലി ചലഞ്ച്ഡ് അല്ലെങ്കിൽ മെൻ്റൽ റിട്ടാർഡേഷൻ എന്താണ് ഐക്യൻ്റെ ലെവൽ വരുമ്പം ആരാണ് അതിൻ്റെ ലെവൽ, ഇത് ബോർഡർ ലൈൻ ആണോ, അതല്ല ആവറേജ് ഇൻ്റലിജൻസ് ഉണ്ടോ, ഐക്യു കൂടുതലുള്ള കുട്ടിയാണോ എന്നറിയാതെ നമ്മൾ കൗൺസിലിംഗ് നടത്തി കഴിഞ്ഞാൽ അത് ശരിയാവില്ല, ഗൈഡൻസ് കൊടുത്താൽ ശരിയാവില്ല. അതുപോലെ തന്നെ എന്തെങ്കിലും ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ടോ, ലേണിംഗ് ഡിസബിലിറ്റി എന്താണ്, ADHD എന്താണ്, ഇതറിയില്ലാത്ത ഒരാൾ കൗൺസിലിങ്ങോ ഗൈഡൻസ് നടക്കാൻ പോയാൽ ശരിയാവില്ല. അതുകൊണ്ടാണ് എപ്പോഴും ഇതൊരു പ്രൊഫഷണൽ ഇതുള്ളതായിരിക്കണം. ഒന്ന്, ഇവർക്ക് എന്തെങ്കിലും പ്രൊഫഷണലി ഡിഗ്രി എടുത്തുള്ള ആൾക്കാരായിരിക്കണം. രണ്ടാമത്, റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ കൗൺസിലിംഗ് ഓഫ് ഇന്ത്യ അവരുടെ അപ്രൂവലുള്ള ആളായിരിക്കണം. കാരണം അവർ ലൈസൻസ് കൊടുക്കുന്നുണ്ട്, ഇവർക്ക് ഇതിന് പറ്റും എന്ന് പറഞ്ഞ് ലൈസൻസ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ലൈസൻസ് ഇല്ലാത്ത ഒരാളെ നമ്മൾ ഒരിക്കലും കൗൺസിലായിട്ട് ചെയ്യരുത്. പലപ്പോഴും നമ്മൾ കാണുന്നത് പ്രൊഫഷണലി ഒരു കൗൺസിലർക്ക് പോകാനായിട്ട് ആൾക്കാർക്ക് മടിയാണ്. കാരണം ഇതൊരു മാനസിക രോഗമാണ് എന്നുള്ളത് ആൾക്കാർ ചിന്തിക്കും. ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുക്ക പോയാൽ ഇത് മാനസിക രോഗമാണ്, ഒരു സൈക്കോളജിക്കൽ കൗൺസിലറുടെ അടുക്ക പോയാൽ ഇത് രോഗമാണെന്ന് മനസ്സിലാക്കും എന്നുള്ള തെറ്റിദ്ധാരണ കൊണ്ടും എന്താണ് കൗൺസിലിംഗ് എന്ന് അറിയില്ലാത്തത് കൊണ്ടും എപ്പോഴും എന്തെങ്കിലും വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോഴും നമ്മുടെ ഇന്ത്യയിലുള്ള ആൾക്കാർ, കേരളത്തിലുള്ള ആൾക്കാർ ഇതുപോലുള്ള പ്രീസ്റ്റിൻ്റെ അടുക്കലോ അല്ലെങ്കിൽ സന്യാസിമാരുടെ അടുക്കലോ വൈദികന്മാരുടെ അടുക്കലോ പൂജാരികളുടെ അടുക്കലോ അങ്ങനെയുള്ളതൊക്കെ പോകുള്ളൂ. അപ്പം എന്താണ് ഇതെന്ന് വ്യക്തമായൊരു ധാരണ വേണം. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് അതുകൊണ്ടാണ് 1954 ഇന്ത്യയിൽ ഇത് അംഗീകരിക്കപ്പെട്ട് ചെയ്തിട്ടുള്ളത്. തുടങ്ങിയത് 1941 ഒരു ഔദ്യോഗികമായിട്ട് ഇത് വന്നതും റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഇന്ത്യയുടെ ലൈസൻസ് വേണമെന്ന് പറഞ്ഞ് വന്നതും അതിന് ലൈസൻസ് കൊടുക്കാനൊക്കെ തുടങ്ങിയത് 1954 മുതലാണ്. ഇപ്പം ഗവൺമെൻറ് ഇത് വളരെ സീരിയസ് ആയിട്ട് എടുക്കുന്ന ഒരു സംഗതിയാണ്. ഏതെങ്കിലും കൗൺസിലിംഗ് കാര്യങ്ങൾ കേൾക്കുന്നത് അവർക്ക് നിയമപരമായിട്ടുള്ള അംഗീകാരം വേണം എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് കൗൺസിലിംഗ്, എന്താണ് ഗൈഡൻസ്, എന്താണ് സൈക്കോതെറാപ്പി, കൗൺസിലിങ്ങിൻ്റെ ഹിസ്റ്ററി, ഇനി കൗൺസിലിംഗ് എന്തൊക്കെയാണ് നമ്മൾ കൗൺസിലിംഗ് നോക്കുന്നതെന്ന് നോക്കുക. കൗൺസിലിംഗ് ചില പ്രോസസ്സുകളുണ്ട്. പ്രോസസ്സ് എന്ന് പറയുമ്പോൾ ഈ പ്രോസസ്സ് അറിയില്ലാതെ നമ്മൾ നടത്തിയിട്ട് കാര്യമില്ല. അപ്പോൾ പ്രോസസ്സ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഒരു കൗൺസിലിംഗ് എന്ന് വെച്ചാൽ റാപ്പോ ബിൽഡ് ചെയ്യാനാണ്. റാപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പേര് തമ്മിൽ ബിൽഡിങ് എ ബ്രിഡ്ജ് ബിറ്റ്വീൻ ദ ക്ലയൻറ്റ് ആൻഡ് ദ പ്രൊഫഷണൽ, ദാറ്റ് ഈസ് എ കൗൺസിലർ. കൗൺസിലറും കൗൺസിലിംഗും തമ്മിൽ ഒരു ബ്രിഡ്ജ് എന്ന് വെച്ചാൽ ഒരു പാലം പണിയുക. ഈ പാലം പണിയാനായിട്ട് ആദ്യത്തെ രംഗം മുതൽ, അതായത് നമ്മൾ ഒരാളെ ഇൻവൈറ്റ് ചെയ്യുന്നത് മുതലുള്ള കാര്യങ്ങൾ ആവശ്യമാണ്. ഇൻവൈറ്റ് ദാറ്റ് ഇസ് വെൽക്കം. അപ്പം വെൽക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാപ്പോ ബിൽഡ് ചെയ്യുന്നതിൻ്റെ ആദ്യത്തെ ഭാഗമാണ് ഒരാളെ വെൽക്കം ചെയ്യുകയാണ്. ഒരാൾക്കാർ എന്താണ് പ്രശ്നം അത് നിങ്ങൾ പറയൂ എന്ന് പറയുന്നതല്ല. അയാൾ വന്ന അയാളെ നമ്മൾ വെൽക്കം ചെയ്തു, പ്ലീസ് കം, എന്താണ് പേര് വിളിച്ചു അല്ലെങ്കിൽ ഇത് വിളിച്ചു അല്ലെങ്കിൽ വന്നു ഇരിക്കൂ എന്ന് പറഞ്ഞു. ദാറ്റ് ഇസ് സിറ്റിംഗ് കംഫർട്ടബിളി. അയാൾ ഇരിക്കുക. ഇരുന്ന് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ തുടങ്ങുകയല്ല. അതൊക്കെ നമ്മൾ അയാളുമായിട്ടുള്ള ഒരാളെ നമ്മൾ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ്, അല്ലെ പേരെന്താണ്, അല്ലെ എവിടെയാണ് പഠിക്കുന്നത്, എന്തുണ്ട് വിശേഷം, എങ്ങനെ വന്നു, ബാക്കിയുള്ള കാര്യങ്ങൾ. അപ്പോൾ പതുക്കെ വി ആർ ക്രിയേറ്റിംഗ് എ റിലേഷൻഷിപ്പ്, എ റാപ്പോ ബിറ്റ്വീൻ ദാറ്റ് ക്ലയൻറ്റ്. അപ്പം ഇത് പതുക്കെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാവുന്ന ഒരു കാര്യം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യത്തെ രംഗം റാപ്പോ ബിൽഡിംഗ് ആയി. ഇത് എന്താണ് ഇതിൻ്റെ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ പലപ്പോഴും ഒരാൾ വന്നിട്ട് എനിക്കൊരു കൗൺസിലിംഗ് വേണം എന്ന് പറഞ്ഞാൽ നമുക്ക് എളുപ്പമായി. മിക്കവാറും ഇത് കൊണ്ടുവരുന്നത് ആരുടെയെങ്കിലും നിർബന്ധത്തിന് വഴങ്ങിയിട്ടായിരിക്കാം ഒന്ന്. രണ്ടാമത്തെ കാര്യം, എന്തെങ്കിലും രോഗമുള്ള ആൾക്കാരായിരിക്കാം നമുക്ക് വരുന്നത് എന്നിരിക്കട്ടെ, അപ്പോഴും പ്രശ്നമാണ്. അപ്പം ഇത് ആദ്യം വളരെ കംഫോർട്ട് വേണം. അതായത് ഞാൻ നിങ്ങളെ അംഗീകരിക്കുന്നു എന്നുള്ള തോന്നൽ, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് എനിക്ക് കേൾക്കാനായിട്ടുള്ള മനസാന്നിധ്യമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുമാത്രമല്ല, നിങ്ങൾ പറയുന്നതിന് എനിക്കൊരു ഉത്തരം കണ്ടുപിടിക്കാൻ സാധിക്കും എന്നുള്ളൊരു തീരുമാനം.
നമ്മൾ അങ്ങനെയുള്ള അടുക്കൽ പോയിട്ട് നമ്മൾ പറയാൻ തയ്യാറുള്ളൂ. ദാറ്റ് ഈസ് കോൾഡ് ദ റാപ്പോ ഫോർമേഷൻ. അപ്പോൾ റാപ്പോ ബിൽഡ് ചെയ്യുന്നതിൻ്റെ ആദ്യത്തെ വെൽക്കം, ദെൻ എല്ലാവരും തുടങ്ങുന്നത് മേക്കിംഗ് സിറ്റ് കംഫർട്ടബിളി. മേക്കിംഗ് സിറ്റ് കംഫർട്ടബിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ചാരുകസേര ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഇരുത്തുക, ഒരു കട്ടിലിട്ട് കൊടുത്തിട്ട് അത് കിടക്കാൻ പറയുക, അതല്ല നമ്മൾ ചെയ്യുന്നത്. അപ്പം നമ്മുടെ ആ മൊമെൻറ്റ് കുറേ കാര്യങ്ങൾ പറയും. അത് വളരെ സൈലൻ്റ് ആയിരിക്കണം, റൂം വൃത്തിയായിരിക്കും. ഒരാൾ വരണമെന്ന് വെച്ചാൽ നമ്മളെങ്ങനെ റൂം വൃത്തിയാക്കി വെക്കുക എന്ന് പറയുക. അപ്പോൾ ഇതിന് ഒരു സെറ്റപ്പ് ഉണ്ടാകണം. കൗൺസിലിനകത്ത് ഒരു സെറ്റപ്പ് ഉണ്ടാകണം. ആ സെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റൂമിലേക്ക് കയറുമ്പോൾ അതൊരു കൗൺസിലിംഗ് നടത്താനുള്ള സെൻ്ററാണെന്ന് തോന്നണം. അല്ലാതെ അടുക്കളയിൽ നിന്നിട്ട് നമുക്ക് കൗൺസിലിംഗ് ചെയ്യാം, അതല്ല. അല്ല നമുക്ക് വഴി നിന്നിട്ട് നമുക്ക് ചെയ്യാം, അതല്ല. അപ്പം ഇരിക്കുന്ന ആൾക്ക് തോന്നണം ഇത് നമുക്ക് ചെയ്യാൻ പറ്റിയ പ്രൊഫഷണൽ ഏരിയ ആണെന്ന് നമുക്ക് തോന്നണം. നമ്മളും പ്രൊഫഷണൽ ആയിരിക്കണം. അവർക്കും ഫീൽ ചെയ്യണം നമ്മളൊരു ക്വാളിഫൈഡ് പേഴ്സൺ ആണെന്നുള്ള ഫീൽ ചെയ്യണം. അപ്പം ഇത്രയാണ് നമ്മൾ ചെയ്യും. എന്നിട്ട് അവർക്ക് തോന്നണം എനിക്കൊരു കാര്യം ഇയാളുമായിട്ട് സംസാരിക്കാൻ പറ്റും, ആ കാര്യം ഇയാൾക്ക് കേൾക്കാനുള്ള മാനസികാവസ്ഥയുണ്ട്, അതിന് എനിക്ക് മറുപടി കിട്ടും, അല്ലെങ്കിൽ ഈ ആൾക്കാർക്ക് എന്നെ സഹായിക്കാനുള്ള കഴിവുണ്ട് എന്ന് തോന്നണം. ദാറ്റ് ഈസ് കോൾഡ് ദ റാപ്പോ ഫോർമേഷൻ. ഇനിഷ്യൽ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇനിഷ്യൽ ഇൻ്റർവ്യൂ? ബാക്കിയുള്ള കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ കാര്യങ്ങൾ ചോദിച്ചങ്ങോട്ട് പറയും, നിങ്ങൾക്ക് എന്താണ് വേണ്ടത് വേണമെന്ന് പറഞ്ഞിട്ട് പോകുക. അങ്ങനെയല്ല, അവർ റിലാക്സ് ചെയ്തു, ഫീൽ ചെയ്തു, നമ്മൾ സമയം കൊടുത്തു, ഓക്കെ നമ്മൾ കേൾക്കും എന്നുള്ളതായിട്ട്. ഇനിഷ്യൽ എന്തിനു വന്നു, അല്ല എന്തുണ്ട് വിശേഷം, അല്ല എവിടെയാണ് നിങ്ങൾ പഠിച്ചത്, എവിടെയാണ്, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു. നമ്മളൊരു ഇനിഷ്യലായിട്ട് ഇയാളുമായിട്ട് നമ്മളൊരു ചെയ്യുക. അപ്പോൾ ഇയാളെക്കുറിച്ച്, ഇയാളുടെ ഫാമിലിയെക്കുറിച്ച്, അച്ഛനെ അമ്മയെക്കുറിച്ച്, സഹോദരന്മാരെക്കുറിച്ച്, ബാക്കിയുള്ള കാര്യങ്ങൾ, ഇയാൾ ജോലി എന്ത് ചെയ്യുന്നു, എന്താ കാര്യത്തിനെ കുറിച്ച്, എന്തിനാണ് വന്നത് എന്നുള്ള ഒരു ചോദ്യം. നേരിട്ട് എന്തിനാണ് ഇങ്ങോട്ട് വന്നത് എന്നുള്ളതല്ല, എന്താണ് നമ്മൾ വന്നത്, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എന്താണ് നമ്മളോട് ഷെയർ ചെയ്യാനായിട്ടുള്ളത് എന്ന് ചോദിക്കുക. അല്ല എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്നുള്ളതല്ല, ഇയാൾ വന്ന കാര്യം ഇയാളുടെ മനസ്സിൽ നിന്ന് നമുക്കൊരു സഹായത്തിനാണ് എന്ന് പറയുന്നത്. അത് ഇനിഷ്യൽ ഇൻ്റർവ്യൂ അവിടെ കഴിയും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പോസിബിൾ അസസ്മെൻറ്റ്. നമ്മൾ അസസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ അയാൾ വിളിച്ച കാര്യങ്ങളെല്ലാം നോക്കുകയല്ല. ഉടനെ സൈക്കോളജിക്കൽ ടെസ്റ്റ് പോവുക, IQ ടെസ്റ്റ് ചെയ്ത് പോവുക, അതായത് നിങ്ങളുടെ വൊക്കേഷൻ ഇത് ചെയ്യാൻ പോയി നിങ്ങൾ ഉടനെ തന്നെ നിങ്ങളുടെ ആങ്സൈറ്റി ചെയ്യുക, അങ്ങനെയല്ല. നമ്മൾ എന്താണ് നമ്മൾ ചെയ്യുന്നത്, എന്താണ് ഉദ്ദേശം, എന്ത് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കണം, എന്നിട്ട് പോസിബിൾ അസസ്മെൻറ്റ് നമ്മൾ നടത്തി. ഇന്നതാണ് ബേസിക് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ബേസിക് കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത അസസ്മെൻറ്റ് എന്തൊക്കെയാണ് നടത്തുന്നത്, സൈക്കോളജിക്കൽ അസസ്മെൻറ്റ് വേണോ, അല്ലെങ്കിൽ എന്തെങ്കിലും ബ്ലഡ് ടെസ്റ്റുകൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളുണ്ടോ. ബ്ലഡ് ടെസ്റ്റ് നമ്മളല്ല ചെയ്യുന്നത്, എന്തെങ്കിലും ചെയ്യേണ്ട കാര്യങ്ങൾ അതനുസരിച്ച് നമ്മൾ ആളെ ഡയറക്റ്റ് ചെയ്യാം. ദെൻ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ഇഷ്യൂ. പിന്നെയാണ് നമ്മൾ എന്താണ് കാരണം, ഇതൊക്കെ കണ്ടു കഴിഞ്ഞു അസസ്മെൻറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത് കൊണ്ടാണ് ഇത് വരുന്നത്. നമ്മൾ ചെയ്ത ടെസ്റ്റിന് നിങ്ങൾക്ക് ആങ്സൈറ്റി കൂടുതലാണ്, നിങ്ങൾക്ക് ആങ്സൈറ്റി കൂടുതലുള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ പറ്റാത്തത്, നിങ്ങൾ ആൾക്കാരെ ഫേസ് ചെയ്യാൻ പറ്റാത്തത്, നിങ്ങൾക്ക് ഇന്ന ഫോബിയ ഉണ്ട്, ആ ഫോബിയ ആണ് സംഗതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റാത്തത്, നിങ്ങൾ ഇന്ന വിഷയത്തിൽ നിങ്ങൾക്ക് മോശമാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ലെഫ്റ്റ് ബ്രെയിൻ കുറച്ച് ഫങ്ഷണൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ മാത്തമാറ്റിക്സിനകത്ത് ശരിയാകില്ല, നിങ്ങൾ വേറെ എന്തെങ്കിലും സബ്ജക്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ അസസ് ചെയ്തതിനകത്ത് നിങ്ങൾക്ക് നല്ല ആർട്ടിസ്റ്റിക് എഫിഷ്യൻസി ഉണ്ട്, അത് ചെയ്യുമ്പോൾ. അപ്പം നമ്മൾ അസസ്മെൻറ്റ് കഴിഞ്ഞ് കിട്ടി ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ഇഷ്യൂ. എന്താണ് നിങ്ങളുടെ പ്രശ്നം, ആ ഇഷ്യൂവിനെ ഐഡൻറ്റിഫൈ ചെയ്തു. ദെൻ നമ്മൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് എന്തൊക്കെ ഗോൾസ് നമ്മൾ വേണം, നിങ്ങൾ എന്ത് വേണം, നിങ്ങൾ എന്തിനു വന്നു. ഉദാഹരണത്തിന് നിങ്ങളെ കാണാൻ വന്നിരിക്കുന്നത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ വഴക്ക് കൊണ്ടാണ്. ആ വഴക്കിനുള്ള കാര്യം എന്താണ്, ഇഷ്യൂ കണ്ടു, ആ ഇഷ്യൂവിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് നിങ്ങൾ തമ്മിൽ പ്രശ്നം ഉണ്ടാകാനുള്ള കാരണം നിങ്ങളുടെ ശാരീരികമായി ബന്ധങ്ങളില്ലാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ശാരീരികമായി ബന്ധപ്പെടാൻ പറ്റുന്നില്ല, ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പ് നടക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ ബാക്കിയുള്ളതെല്ലാം ചെയ്ത് ഇന്നതാണ് ഇതിൻ്റെ പ്രശ്നങ്ങൾ. നമുക്ക് പരിഹരിക്കേണ്ടത് എന്താണ്, നിങ്ങൾ തമ്മിലുള്ള ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നിങ്ങൾ ഫിസിക്കൽ റിലേഷൻഷിപ്പ് ശരിയാക്കണം. ഐഡൻറ്റിഫിക്കേഷൻ ഇത് ശരിയാകുക എന്നുള്ളത് നമ്മുടെ ലക്ഷ്യം. അത് കഴിഞ്ഞാണ് റിസോൾവ് ദ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടയ്ക്കാണ് കുറേ കാര്യങ്ങൾ നടക്കുന്നത്. ഇത് പ്രോബ്ലം മനസ്സിലാക്കി ഗോളും സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് റിസോൾവ് ചെയ്യേണ്ട എന്തൊക്കെയാണ് മാർഗങ്ങൾ. ഇതിനകത്ത് നിങ്ങൾക്ക് സൈക്കോതെറാപ്പിയാണ് വേണ്ടത്, അതിൽ നിങ്ങൾക്ക് കൗൺസിലിംഗ് ആണോ വേണ്ടത്,
നിങ്ങൾക്ക് ഏതെങ്കിലും മെഡിസിൻ്റെ ആവശ്യമുള്ളതുണ്ടോ, നിങ്ങൾക്ക് ഏതെങ്കിലും സൈക്കാട്രിസ്റ്റ് നിങ്ങൾക്ക് കാണേണ്ട കാര്യങ്ങളുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളൊരു ഫിസിഷ്യനെ കാണേണ്ട കാര്യങ്ങളുണ്ടോ എന്ന് വെച്ചാൽ നമ്മൾ അതിന് റിസോൾവ് ചെയ്യുക, പ്രോബ്ലത്തിന് വരിക. അത് കഴിഞ്ഞാൽ പോരാ, നമ്മൾ റിസോൾവ് ചെയ്തു, ഈ പ്രോബ്ലം റിസോൾവ് ചെയ്തോ ഇല്ലയോ നമുക്കറിയില്ല. അപ്പോൾ ഭാര്യ ഭർത്താവും തമ്മിലുള്ള വഴക്ക് തീർന്നു, അത് കഴിഞ്ഞ് പ്രോപ്പർ ഫോളോ. ശരി, നമ്മൾ ഒരാഴ്ച കഴിഞ്ഞ് കാണാം. അപ്പം ഇതിനിടയ്ക്ക് ഇതിനിടയ്ക്ക് നമ്മൾ വെക്കുന്നുണ്ട്. കാരണം ഇതെല്ലാം കൂടി നമ്മൾ ചെയ്ത് വരുന്നത് 6 മുതൽ 12 സെക്ഷൻ വരെയാണ്. മിനിമം ഒരു 6 സെക്ഷൻ കൊണ്ടാണ് ആദ്യത്തെ ഇത് വരിക. ഇതിൽ നമ്മൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ഒരു ഇമ്മീഡിയറ്റ് സൊല്യൂഷൻ വേണം. ഒരു സൈക്കോളജിസ്റ്റിനെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ പ്രശ്നങ്ങൾ തീരണം. ഇന്ന് കണ്ടാൽ ഒരു പാരസെറ്റമോൾ കഴിക്കുന്ന പോലെയാണ്. ഒരു പനി വന്നു, ഉടനെ തന്നെ ഡോക്ടർ 2 പാരസെറ്റമോൾ തന്നു, അത് കഴിച്ചപ്പോൾ എൻ്റെ പനി പോയി. എനിക്കൊരു തലവേദനയായിരുന്നു, ഡോക്ടർ മരുന്ന് തന്നു, അതുകൊണ്ട് എൻ്റെ തലവേദന പോയി എന്ന് പറഞ്ഞാൽ ഇത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എല്ലാ ജനങ്ങളും വരുന്നത് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇന്ന് കണ്ട ഡോക്ടറെ കണ്ട നാളെ പ്രശ്നങ്ങൾ നമ്മൾ തീരണം. ഇത് നമ്മൾ ആദ്യം തന്നെ പറയണം. ഇത് ഇത്രയും രംഗത്തിലൂടെ വരണം. 4, 5, 6 സെക്ഷൻ കൊണ്ടാണ് നമ്മളിത് ശരിയാകാൻ പോകുന്നത്. നമ്മൾ ആദ്യം തന്നെ നമുക്ക് വേണം പറയാം, ഇത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്ര നാൾ സമയം എടുക്കും. ഒരു 6 ആഴ്ച സമയം എടുക്കും, അല്ലെങ്കിൽ 6 ദിവസം സമയം, അല്ലെങ്കിൽ ഒരാഴ്ചത്തെ സമയം എടുക്കും, അല്ലെങ്കിൽ 2 മാസം സമയം എടുക്കും, അല്ലെങ്കിൽ 3 മാസം സമയം എടുക്കും. അപ്പോൾ ഇത് പറഞ്ഞിട്ട് നമ്മൾ ഈ ഫോളോ അപ്പിനുള്ള ഒരു ചാർട്ട് കൂടെ അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. നമ്മൾ ആഴ്ചയിലൊന്ന് കാണും, അല്ലെ 5 ദിവസത്തിലൊരിക്കൽ കാണും, അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ ഒരിക്കൽ കാണും, അല്ലെങ്കിൽ 3 ആഴ്ച കൂടുമ്പോൾ ഒരിക്കൽ കാണും, അല്ലെങ്കിൽ നമ്മൾ മാസത്തിലൊന്നേ കാണുള്ളൂ. അല്ലെങ്കിൽ ഈ പ്രോബ്ലംസ് തരുന്നുള്ള അടുപ്പിച്ച് ചിലപ്പോൾ നമ്മൾ 2-3 പ്രാവശ്യം കാണേണ്ടി വരും. എല്ലാം ക്ലീനായിട്ട് അവർക്ക് നമ്മൾ വ്യക്തമായി കൊടുക്കുക. അപ്പോൾ അതാണ് ഈ ഫോളോ അപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ റിസോൾവ് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ പിന്നെയും കാണാനുള്ള കുറച്ച് സൗകര്യങ്ങൾ ഉണ്ടാക്കും. എന്നുവെച്ചാൽ ഈ പ്രോബ്ലം സോൾവ് ചെയ്തു, ദെൻ ടെർമിനേഷൻ, ലാസ്റ്റ് വന്ന ടെർമിനേഷൻ തീർന്നു. ഈ ടെർമിനേഷൻ 2 രീതിയിലുണ്ട്. ടെർമിനേഷൻ ഓഫ് ദി സെക്ഷൻസ് ഉണ്ട്, ടെർമിനേഷൻ ഓഫ് എൻ്റയർ കൗൺസിലിംഗ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ ടെർമിനേറ്റ് ചെയ്യുമ്പോൾ ശരി, ഇന്നത്തെ സെക്ഷൻ നമുക്ക് തീർന്നു, അല്ല ഇന്നത്തെ നമ്മുടെ സെക്ഷന് നമ്മൾ ഇന്ന കാര്യങ്ങളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത്, ഇനി നമ്മൾ അടുത്ത ദിവസങ്ങളിൽ ഇന്ന കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കൊണ്ടുവരണം. അപ്പം ടെർമിനേഷൻ, ആ സെക്ഷൻ ടെർമിനേറ്റ് ചെയ്തു. ഇന്ന് നമ്മൾ അടുത്ത് ചെയ്യുന്നത് ഈ ഫുൾ നമ്മൾ കൗൺസിലിംഗ് പ്രോസസ്സ് നമ്മൾ തീർത്തു. അതായത് നമ്മളെല്ലാം തീർന്നു, ആൾ വന്നു, ആളുടെ പ്രശ്നം നമ്മൾ മനസ്സിലാക്കി, അതിനൊരു സൊല്യൂഷൻ ഉണ്ട്. ദെൻ ദ ടെർമിനേഷൻ. ഓക്കെ, നിങ്ങൾ വന്ന കാര്യം ഇതായിരുന്നു, നമ്മൾ ഇന്ന കാര്യങ്ങൾ ഇത് ചെയ്യണം, ഇനി ഫർദർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന കാര്യങ്ങളാണ് നമുക്ക് സംഭവിക്കാറുള്ളത്. ഇനിയും നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടായാൽ, ഭാര്യ ഭർത്താവ് നിങ്ങൾ വഴക്കുണ്ടായാൽ നമുക്ക് അപ്പം വരിക. അപ്പം നമ്മൾ ടെർമിനേറ്റ് ചെയ്യുമ്പം ഹോപ്പ് കൊടുക്കണം. ഇനി അല്ല നമുക്ക് പറയാം, ഇതുകൊണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ തീർന്നു, ഇനിയുള്ള പ്രശ്നങ്ങൾ പറ്റില്ല, അപ്പം നമ്മൾ കാണേണ്ടി വരില്ല. എന്നാലും നമ്മൾ ഒരു കാര്യം 2 മാസം അല്ലെങ്കിൽ 3 മാസം കാണുമ്പോൾ ഒന്ന് കണ്ടാൽ നമുക്ക് കൊള്ളാം, വിവരങ്ങളൊന്നും അറിയാനായിട്ട്. അതൊരു ഫോളോ അപ്പ് പോലെ തന്നെയാണ്. അത് കഴിയുമ്പോൾ നമ്മൾ പറയും, അല്ല ഇനിയും കാണണ്ട, നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്ത് കഴിഞ്ഞു. സോ ദിസ് കോൾ ദ ടെർമിനേഷൻ. ആ ടെർമിനേഷൻ 2 എണ്ണമാണ്. അതൊരു ഓപ്പൺ ഡോറായിട്ടാണ് എപ്പോഴും നമ്മൾ ടെർമിനേഷൻ നമ്മൾ നിർത്തുന്നത് നല്ലത്. ഇനി എന്നെ കാണാനേ വരണ്ട എന്ന് പറയുന്നതല്ല. ഓക്കെ, ഇപ്പം വേണ്ട, നമുക്കിപ്പോഴും. അപ്പോൾ ഡോർ എപ്പോഴും ഓപ്പൺ ആക്കിയിട്ടുണ്ട് ആ സെക്ഷൻ നമ്മൾ കഴിയണം. അപ്പം ഇത്രയും കൗൺസിലിൻ്റെ പ്രോസസ്സാണ്, ഇതൊരു പ്രോസസ്സാണ്. അപ്പം ഇത്രയും നമ്മൾ വ്യക്തമായിട്ട് ക്രമമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. ഒരു ഏകദേശം 8-9 സ്റ്റെപ്പുകളാണ് ഈ പ്രോസസ്സിലൂടെയാണ് നമ്മൾ ഒരു കൗൺസിലിംഗ് സെക്ഷൻ നടത്തുക. അപ്പം ഫസ്റ്റ് വൺ ഇത് വെൽക്കം, ആളെ വിളിച്ചു വരുന്നു, നമ്മൾ ഇരുത്തുന്നു. ദെൻ വി ആർ ബിൽഡിങ് ദ റാപ്പ്. അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമ്മൾ ശരിയാക്കി എടുക്കുന്നു. ശരിയാക്കി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളതിൻ്റെ ഇനിഷ്യലായിട്ടുള്ള ഇൻ്റർവ്യൂ ഒക്കെ നടത്തുന്നു, കാര്യങ്ങൾ നമ്മൾ ചോദിക്കുന്നു, മനസ്സിലാക്കുന്നു. എന്തെങ്കിലുമൊക്കെ അസസ്മെൻറ്റ് നടത്തേണ്ട കാര്യമുണ്ട്, ദെൻ വി ആർ ഡൂയിങ് ദ അസസ്മെൻറ്റ് നമ്മൾ നടത്തി. ആ അസസ്മെൻറ്റ് നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇഷ്യൂ എന്താണെന്നുള്ളതിന് നമ്മൾ വ്യക്തമായൊരു ധാരണ വന്നു. ആ ഇഷ്യൂവിനെ എങ്ങനെ ഓവർകം ചെയ്യണം, അല്ലെങ്കിൽ ആ പ്രോബ്ലത്തിന് ഐഡൻറ്റിഫൈ ചെയ്ത ഗോള് ചെയ്തതിനെ എങ്ങനെ ചെയ്യുന്നത്, വാട്ട് ഈസ് അവർ ഗോൾ. ദെൻ റിസോൾവ് ഇഷ്യൂ, എങ്ങനെ ആ റിസോൾവ് ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കുക. ദെൻ ഫോളോ അപ്പ്, പിന്നെ ഫോളോ അപ്പ് നമ്മൾ ചെയ്യുക. ദെൻ ടെർമിനേഷൻ. ഇത്രയും കാര്യങ്ങൾ, ഈ 8 കാര്യമെങ്കിലും നമ്മൾ ഈ ഒരു പ്രോസസ്സിനകത്ത് നമ്മൾ കാണണം. ഇത്രയും മിനിമം എങ്കിലും കാണണം. ഇതിനപ്പുറത്തേക്കുണ്ട്, കാരണം ഇതിനെ ഓരോന്നിനും നമുക്ക് ചെയ്യാം. എങ്ങനെ റാപ്പോ ബിൽഡ് ചെയ്യണം,
നമുക്ക് പല രീതികളാണ്. നമ്മൾ വെൽക്കം ചെയ്യുന്നത് എങ്ങനെയുണ്ട്, നമ്മളെ എങ്ങനെ ആളെ കംഫർട്ടായിട്ട് ഇരുത്തണം, എങ്ങനെ അവരുടെ ഇൻഫർമേഷൻ നമ്മൾ കളക്ട് ചെയ്യണം, എങ്ങനെ അവർക്ക് നമ്മൾ കോൺഫിഡൻസ് ഉണ്ടാക്കണം. അതിനകത്ത് പല പല കാര്യങ്ങൾ. കോൺഫിഡൻസ് ഉണ്ടാക്കാൻ എങ്ങനെ നമുക്ക് റാപ്പ് ബിൽഡ് ചെയ്യാൻ എന്തൊക്കെ ചെയ്യണം, അവരുടെ കോൺഫിഡൻസ് എങ്ങനെ എടുക്കാം, അവരെ എങ്ങനെ ടെസ്റ്റ് ചെയ്യാം, എങ്ങനെ നമുക്ക് ലിസൺ ചെയ്യാം, എങ്ങനെ കാര്യങ്ങൾ കേൾക്കാം. ഇതൊക്കെ ആദ്യത്തെ രംഗത്തുള്ളതാണ്. ഇനി ഇൻഷ്യലുണ്ട് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചോദിക്കണം, ഏതൊക്കെ കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും. പിന്നെ എന്തൊക്കെയാണ് അസസ്മെൻറ്റ് നടത്തുന്നത്, നമ്മൾ വന്ന കാര്യങ്ങളുമായിട്ട് എന്തൊക്കെയാണ് ബന്ധമുള്ളത്, അതിനെക്കുറിച്ച് നമ്മൾ ചെയ്യാം. പിന്നെ ഐഡൻറ്റിഫൈ ചെയ്ത ഇഷ്യൂ പലപ്പോഴും ചിലപ്പോൾ ക്ലയൻറ്റ് നേരിട്ട് പറയാം, ചിലപ്പോൾ അവർക്ക് അറിയണമെന്നില്ല. നമ്മളായിരിക്കും ഇഷ്യൂ കണ്ടുപിടിച്ചു, നിങ്ങളുടെ പ്രശ്നം ഇന്നതാണ് എന്ന് കണ്ടുപിടിക്കും, നമ്മുടെ ജോലിയാകാം. അത് കഴിഞ്ഞ് നമ്മൾ ഗോൾ സെറ്റ് ചെയ്യുക. അപ്പോൾ ഇതിനൊക്കെ ഓരോ സ്റ്റെപ്സുകൾ, ഇതിനിടയ്ക്ക് ഓരോണ്ട്. ഹൗ ടു റിസോൾവ് ദ ഇഷ്യൂ, എങ്ങനെ ഒരു ഇഷ്യൂ റിസോൾവ് ചെയ്യാം. പല മാർഗ്ഗങ്ങളാണുള്ളത് ഇഷ്യൂ റിസോൾവ് ചെയ്യാനായിട്ട്. അതിന് നിങ്ങൾക്ക് സൈക്കോതെറപ്പി വേണം, അല്ലെങ്കിൽ നിങ്ങൾ മെഡിക്കേഷൻ വേണം, അതല്ലെങ്കിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന ഡോക്ടറെ കാണണം, അല്ലെങ്കിൽ ഇന്ന രീതിയിൽ പോകണം എന്ന് പറയുന്നതും. നമ്മൾ കൗൺസിലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം മനസ്സിലാക്കണം, എല്ലാത്തിനും നമ്മളൊരു പ്രശ്നത്തിന് സൊല്യൂഷൻ കാണാനല്ല നമ്മളിരിക്കുന്നത്. അങ്ങനെ വിചാരിക്കുക ചെയ്യരുത്. നമ്മൾ ആ പ്രശ്നത്തിന് സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ വേണമെന്നില്ല, അത് സോൾവ് ചെയ്യാനായിട്ടുള്ള ഒരു ഇൻസൈറ്റ് എല്ലാം ഉണ്ടാക്കിയാൽ മതി. അതാണ് കൗൺസിലിംഗ് എന്ന് പറയുന്നത്. ഇത് എന്തൊക്കെയാണ് ഇതിൻ്റെ അകത്ത് നമ്മൾ ചെയ്യുന്നതുകൊണ്ട് ഇപ്പം ഇത്രയും നമ്മൾ കാര്യങ്ങൾ ചെയ്ത് എന്താണ്? ഒന്ന്, ഫെസിലിറ്റേറ്റിംഗ് ബിഹേവിയർ ചേഞ്ച്. അവരുടെ പെരുമാറ്റത്തിൽ, അവരുടെ സ്വഭാവത്തിൽ ഒരു മാറ്റം വരുത്തുക. കൗൺസിലിംഗ് കൊണ്ടുണ്ടാകുന്ന ഒരു കാര്യം, ഇപ്പോൾ കൗൺസിലിൻ്റെ പ്രോസസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനെ കൊണ്ടുള്ള ഇതിൻ്റെ ലക്ഷ്യം എന്താണ്, നമ്മൾ നടത്തുന്ന ഒരു കൗൺസിലിംഗ് ലക്ഷ്യം എന്താണ്? അത് ആദ്യം ഫെസിലിറ്റേറ്റിംഗ് ദ ബിഹേവിയർ ചേഞ്ച്. നമ്മൾ ബിഹേവിയർ ചേഞ്ചസ് ഉണ്ടാക്കുകയല്ല, ബിഹേവിയർ ചേഞ്ചസ് ഉണ്ടാക്കാൻ നമ്മളൊരു കാരണമാകുക, നമ്മൾ ഒരു പാദം മാത്രമാകുക. നമ്മൾ വിചാരിക്കരുത് എൻ്റേതാണ് ഈ പ്രശ്നം, എൻ്റെ പ്രശ്നമാണെന്ന് വെച്ചത് ഒരിക്കലും മനസ്സിലെടുക്കരുത്. നമ്മൾ അവർക്കൊരു വഴികാട്ടി വളരെ ക്രിയേറ്റിംഗ് എ റാഷണൽ തിങ്കിങ്, ബിഹേവിയറിന് എന്തൊക്കെ മാറ്റം വരുത്തണം എന്ന് അവരിൽ ഒരു ഉൾക്കാഴ്ച ഉണ്ടാക്കുക എന്നാണ് നമ്മുടെ ജോലി. റിസൊല്യൂഷൻ ഓഫ് ദ പ്രോബ്ലം. റിസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മളല്ല പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്, പ്രോബ്ലം ചെയ്യുന്ന കൗൺസിലേഴ്സ് അല്ല, പ്രോബ്ലം ചെയ്യുന്ന ക്ലയൻറ്റ് തന്നെയാണ്. അതിന് റിസോൾവ് ചെയ്യാനുള്ള വഴികൾ നമ്മൾ ഒരുക്കി കൊടുക്കാം. ഒന്നും എഴുതിയാൽ അത് 2 ആണ് എന്ന് ഉള്ളത് മനസ്സിലാക്കും. 2ലേക്ക് കൊണ്ടുവരേണ്ട ജോലിയും ക്ലയൻറ്റിൻ്റെയാണ്. അല്ലാതെ നമ്മളത് സോൾവ് ചെയ്ത് 1 2 എന്ന് പറഞ്ഞ് കൊടുക്കുന്നതിലല്ല ഒരു സൈക്കോളജിസ്റ്റ്, ഒരു കൗൺസിലറുടെ ഗുണം. 1 2 എന്നുള്ളവർ മനസ്സിലാക്കുക എന്നുള്ളതാണ്. പിന്നെ അവർ എപ്പോഴും 1 2 തന്നെയായിക്കോളും. എപ്പോഴും ഞാൻ പറയുന്നുണ്ട്, മീൻ പിടിച്ചു കൊടുക്കുക എന്നുള്ളതല്ല, മീനെ പിടിക്കാൻ പഠിപ്പിക്കുക എന്നുള്ളതാണ് ഒരു കൗൺസിലറുടെ ജോലി. അപ്പോൾ എപ്പോഴും നമ്മൾ മീൻ പിടിച്ചു കൊടുക്കുകയാണെങ്കിൽ എല്ലാ സമയത്തും പ്രോബ്ലം ഉണ്ടാകും, നമ്മുടെ ഇടയ്ക്കിലേക്ക് കൊടുക്കുക. അങ്ങനെയല്ലേ? പ്രോബ്ലം ഉണ്ടായാൽ നിങ്ങൾക്ക് എങ്ങനെ സോൾവ് ചെയ്യാം, അതിനെന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം, ഏതൊക്കെ രീതിയിൽ നിങ്ങൾ പോകണം, അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം എന്നുള്ളത് കൗൺസിൽ. അപ്പം റെസൊല്യൂഷൻ ഓഫ് ദ പ്രോബ്ലം, ദെൻ എൻഹാൻസിങ് കോപ്പിംഗ് സ്കിൽസ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് പ്രശ്നങ്ങളുണ്ടായാലും ആ പ്രശ്നത്തെ എൻഹാൻസ് ചെയ്യുക, ആ കോപ്പിംഗ് സ്കിൽസ്, അതുമായിട്ട് ചേരാനായിട്ടുള്ളൊരു മാനസികാവസ്ഥ വളർത്തിയെടുക്കുക എന്നുള്ള കൗൺസിലറുടെ ജോലി. അത് നമ്മൾ കൂട്ടത്തിൽ നിന്നല്ല, അതിനുള്ള കഴിവുണ്ടാക്കുക. ഒരു തീരുമാനം എടുക്കാനുള്ള കഴിവുകൾ ഉണ്ടാക്കി കൊടുക്കും. ഇപ്പം എന്താണ് പ്രശ്നം ഉണ്ടായത്, എങ്ങനെ തീരുമാനം എടുക്കണം എന്നല്ല, നമ്മൾ തീരുമാനം എടുത്ത് കൊടുക്കുകയല്ല, തീരുമാനം എടുക്കാനായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ എങ്ങനെ തീരുമാനം എടുക്കണം എന്ന് മനസ്സിലാക്കി കൊടുക്കുകയാണ്. എപ്പോഴും 4-5 സൊല്യൂഷൻസ് നമ്മുടെ മുമ്പിലുണ്ടാവും. ഒരു പ്രോബ്ലത്തിന് പല സൊല്യൂഷൻസാണ്. ഏതാണ് സൂട്ടബിൾ സൊല്യൂഷൻ എന്നുള്ളത് അവർ കണ്ടുപിടിക്കാം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഭാര്യയും ഭർത്താവും 2 ജോലി ചെയ്യുന്നത്. അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചേരാനായിട്ടൊരു ബുദ്ധിമുട്ടുണ്ട്. എന്ന് വെച്ചാൽ ഭർത്താവിന് ഭാര്യയുടെ വീട്ടിൽ നിൽക്കാൻ പറ്റില്ല, ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ വീട്ടിൽ നിൽക്കാൻ പറ്റും. ഇവർക്കൊരു കുട്ടിയുണ്ട്. രണ്ടുപേരും 2 ജോലി ചെയ്യുന്നത്, 2പേരും ട്രാവൽ ചെയ്യണം. ഇതിന് എത്ര സൊല്യൂഷൻസ് നമുക്ക് മുമ്പോട്ട് വെക്കാം. ഒന്നെങ്കിൽ എളുപ്പം പറയാൻ പറ്റുന്ന ഒരു വീടെടുത്ത് നിങ്ങൾ മാറി താമസിക്കുക, പ്രശ്നം തീർന്നില്ലല്ലോ. കുട്ടിയായിരുന്നു, 2പേരും ജോലിക്ക് പോകുമ്പോൾ കുട്ടിയായിരുന്നു. ഇന്ന് 2 പേർക്കും ബുദ്ധിമുട്ടില്ലാത്തൊരിടത്ത് നമ്മൾ വീടെടുക്കാന്ന് പറയും. 2പേരും ട്രാവൽ ചെയ്യുന്ന
രണ്ടുപേരും ഒരു സ്ഥലത്താണ് ജോലി ചെയ്യുന്നെങ്കിൽ പ്രശ്നമില്ല. രണ്ടുപേരും 2 സ്ഥലത്താണ്. ആർക്കാണ് കൂടുതൽ ട്രാവൽ ചെയ്യാൻ പറ്റുക? അല്ലെ എന്താണ് ചെയ്യുന്നത്? നമ്മൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതല്ല. നമ്മൾ സൊല്യൂഷൻ ഇട്ടു. വേറൊരു പ്രശ്നം, ഇനി നിങ്ങൾ 2 പേരുമാണ്. ഒരാൾ ആഴ്ച 2 ദിവസം ട്രാവൽ ചെയ്യൂ, മറ്റേ ആൾ 2 ദിവസം ട്രാവൽ ചെയ്യൂ. വേറെ എവിടെയെങ്കിലും നിങ്ങൾക്ക് സൗകര്യപരമായിട്ട് നിൽക്കുക. നിങ്ങൾക്കൊരു ജോലിക്കാരെ വെക്കണം, അതിനുള്ള സാമ്പത്തിക ശേഷി. അപ്പോൾ ആരുടെങ്കിലും അച്ഛനും അമ്മയും നോക്കണം. സൊല്യൂഷൻ എന്താ? ആരുടെങ്കിലും ഒരാളുടെ അച്ഛനും അമ്മയും കൂട്ടത്തിൽ വന്ന് നിൽക്കുക. ഒന്നെങ്കിൽ പെണ്ണിൻ്റെ അച്ഛനും അമ്മയും കൂട്ടത്തിൽ നിൽക്കുക, പെണ്ണിൻ്റെ അച്ഛനും അമ്മയും കൂട്ടി നിൽക്കുക, മാറി മാറി നിൽക്കുക. അപ്പം ഒരു പ്രോബ്ലമാണ്. സൊല്യൂഷൻസ് ധാരാളമാണ്. ഇനി ഒരു പക്ഷേ ഒരാളുടെ ഫാദറിനുള്ള ഇൻലോസുമായിട്ടുള്ള പ്രശ്നം സോർട്ട് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രശ്നം തീരുമാനിക്കും. ആരുമായിട്ടുള്ളതാണ് നമുക്ക് ആദ്യം തീർക്കാൻ പറ്റുക? അല്ലെ എന്താണ് അതിൻ്റെ കാരണം? അവരുടെ കുഴപ്പമാണോ, അല്ലെങ്കിൽ ആളുടെ കുഴപ്പമാണോ, ഇവരുടെ കുഴപ്പമാണോ? ഇവരെ പറഞ്ഞ് മനസ്സിലാക്കി നമ്മൾ കുറേ സൊല്യൂഷൻസ് വെച്ചിട്ട് അവർക്ക് സൂട്ടബിൾ ആയിട്ടുള്ള സൊല്യൂഷൻ അവർ സെലക്ട് ചെയ്യട്ടെ. ഇന്നത് വേണം നിങ്ങൾ എടുക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും നമ്മൾ കേൾക്കാൻ പോകുന്നില്ല. അപ്പം പ്രൊമോട്ടിങ് ദ ഡിസിഷൻ എടുക്കാനുള്ള എടുക്കും. ഇംപ്രൂവിങ് ദ റിലേഷൻഷിപ്പ്, ദാറ്റ് ഇസ് മോസ്റ്റ്. അതാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞ കഥയിലതാണ് ഇംപ്രൂവ് ദ റിലേഷൻ. നമ്മളൊരു പ്രശ്നം നമ്മൾ പരിഹരിക്കുമ്പോൾ അത് എല്ലാവരെയും കൂടി ഒരുമിച്ച് കൊണ്ടുപോകത്തക്ക വണ്ണം ഒരു ഇതാണെങ്കിൽ, സൊല്യൂഷനാണെങ്കിൽ അതായിരിക്കും എപ്പോഴും നല്ലത്. ഇത്രയും കാര്യം. പിന്നെ ഫെലിസിറ്റേറ്റിംഗ് ദ ക്ലയൻസ് പൊട്ടൻഷ്യൽ, അവരുടെ കഴിവനുസരിച്ച്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, എവിടെ താമസിക്കുന്നത്, എന്ത് ചെയ്യണം എന്നൊക്കെയുള്ള അവരുടെ കഴിവിനെ അനുസരിച്ചാണ്. അപ്പം നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവരെ ആ രീതിയിലേക്ക് കൊണ്ടുവരിക. പിന്നെ ഇതെല്ലാം കഴിയുമ്പം ഷുഡ് ബി പോസിറ്റീവ് മെൻ്റൽ ഹെൽത്ത്. അവർക്ക് നല്ലൊരു മെൻ്റൽ ഹെൽത്ത് ഉണ്ടായിരിക്കും. അപ്പം ഫെസിലിറ്റേറ്റിംഗ് ദ ബിഹേവിയർ ചേഞ്ച് വേണം, റെസൊല്യൂഷൻ ഓഫ് ദ പ്രോബ്ലം വേണം, അപ്പം എൻഹാൻസിങ് ദ കോപ്പിംഗ് സ്കിൽസ് ആണ്, പ്രൊമോട്ടിംഗ് ദ ഡിസിഷൻ മേക്കിംഗ്. ഇത് എല്ലാം വന്നു കഴിയുമ്പോൾ അവസാനം വന്നു നിൽക്കുന്നത് പോസിറ്റീവ് മെൻ്റൽ ഹെൽത്തോടെ ആയിരിക്കണം. അപ്പം ഒബ്ജക്റ്റീവ് ഓഫ് ദ കൗൺസിലിംഗ് എന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങളായിരിക്കണം. അപ്പം കൗൺസിലിംഗ് എന്താണ്, ഗൈഡൻസ് എന്താണ്, സൈക്കോതെറാപ്പി എന്താണ്, എന്തൊക്കെയാണ് നമ്മൾ ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്, കൗൺസിലിംഗ് എന്തൊക്കെയാണ്, അതിനുള്ള പ്രോസസ്സ്, കൗൺസിലിങ്ങിൻ്റെ പ്രോസസ്സ് എന്തൊക്കെയാണ്, പ്രോസസ്സും ഒബ്ജക്റ്റീവ്സും നമ്മൾ മനസ്സിലാക്കണം. ഈ ഒബ്ജക്റ്റീവ്സ് വെച്ചുകൊണ്ടായിരിക്കും നമ്മൾ പ്രോസസ്സ് അതിനെ ചെയ്യേണ്ടത്. അപ്പം നമ്മൾ അവരുടെ ബിഹേവിയറിൽ അവർക്ക് ചേഞ്ച് ഉണ്ടാക്കണം, പ്രോബ്ലത്തെ നമ്മൾ സോൾവ് ചെയ്യണം, അവർക്ക് സാഹചര്യങ്ങളുമായിട്ട് ചേരാനുള്ള കഴിവുകൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം. ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് അവരിലുണ്ടാക്കി കൊടുക്കണം. റിലേഷൻഷിപ്പ്, ഇത് നമ്മൾ എന്തെങ്കിലും കൗൺസിലിംഗ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇൻ്റർ റിലേഷൻഷിപ്പ് നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യണം. അവരുടെ കഴിവുകളെ, അത് നമ്മൾ വരുന്ന ക്ലയൻസിൻ്റെ കഴിവുകളെ നമ്മൾ ഉണർത്തണം. ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പോസിറ്റീവ് മെൻ്റൽ ഹെൽത്ത് അവരിൽ ഉണ്ടായിരിക്കണം. ഇനി നമുക്ക് എന്തൊക്കെയാണ് ഒരു കൗൺസിലർ, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ കൗൺസിലർ? ഇത് പ്രൊഫഷണൽ റിക്വയർമെൻ്റ് ഉണ്ട്. പ്രൊഫഷണൽ റിക്വയർമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊഫഷണലി എന്തൊക്കെ കാര്യങ്ങൾ ഒരാൾ അറിഞ്ഞിരിക്കണം. പേഴ്സണൽ റിക്വയർമെൻറ്റ്, വ്യക്തിപരമായിട്ട് എന്തൊക്കെ കാര്യം, നമ്മളെക്കുറിച്ച് സെൽഫ് അവെയർനെസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ കൗൺസിലർ എന്ന് പറഞ്ഞാൽ സെൽഫ് അവെയർനെസ് ഉണ്ടാകണം. ഞാൻ ആരാണ്, എൻ്റെ കഴിവെന്താ, എൻ്റെ ജോലി എന്താണ്, ഞാൻ എന്ത് ചെയ്യണം, അത് നമ്മൾ മനസ്സിലാക്കുന്നത്. ഹെൽപ്പ് ഫ്രം ദ സീനിയേഴ്സ്. നമ്മളെല്ലാ കാര്യത്തിനകത്തും നമ്മൾ മിടുക്കന്മാരായിരിക്കണം എന്ന് നിർബന്ധമില്ല. അപ്പം നമുക്ക് പരിചയമില്ലാത്തൊരു കാര്യങ്ങൾ നമ്മുടെ സീനിയേഴ്സിനോട് ചോദിച്ച് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ പേഴ്സണൽ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണ്? പേഴ്സണലായിട്ട് നമ്മൾ കാര്യങ്ങൾ, ഒന്ന് നമ്മളെ മനസ്സിലാക്കുക. രണ്ടാമത് നമുക്ക് സഹായം ആവശ്യമുള്ള സമയത്ത് നമ്മൾ മറ്റുള്ളവരോട് നമ്മൾ വാങ്ങിക്കുക, പ്രത്യേകിച്ച് നമ്മുടെ സീനിയേഴ്സിനോട് നമ്മൾ വാങ്ങിക്കുക. അതിലൊരു നാണക്കേട് നമ്മൾ വിചാരിക്കണ്ട. കണ്ടമാൻ ടെസ്റ്റുകൾ നമ്മൾ ഇടായിരിക്കുക. ഒരാൾ വന്നു കഴിഞ്ഞാൽ ഒരു 100 ടെസ്റ്റ്, നിങ്ങളുടെ പേഴ്സണാലിറ്റി ടെസ്റ്റ് ഞാനൊന്ന് നോക്കട്ടെ, നിങ്ങളുടെ ആങ്സൈറ്റി ടെസ്റ്റ് ഞാനൊന്ന് നോക്കട്ടെ, നിങ്ങൾ ഇൻട്രോവേർട്ടാണോ എക്സ്ട്രോവേർട്ടാണോ എന്ന് ഞാൻ നോക്കട്ടെ, ഇങ്ങനെ കുറേ ടെസ്റ്റുകൾ നമ്മൾ കൊടുക്കരുത്. കഴിയുന്നത്രയും അത്യാവശ്യമുള്ള ടെസ്റ്റുകൾ വേണം. ഇൻ്റലിജൻസ് ടെസ്റ്റ്, ശരി, അത് ഒരെണ്ണം ചെയ്താൽ മതി, അല്ലെ ഒരു പേഴ്സൺ ഇന്നത് ചെയ്താൽ മതി, അല്ലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബയോളജിക്കൽ ടെസ്റ്റ് നിങ്ങൾ ഒരു ടെസ്റ്റ് നടത്തണം, നമുക്ക് ഇന്നത് ചെയ്യണമെന്ന് പറയാം. അപ്പോൾ ചെയ്യുമ്പോൾ ഏത് ടെസ്റ്റാണ് ചെയ്യുന്നത്, അതിൻ്റെ എന്തിന് ചെയ്യണം, അതിൻ്റെ കാരണം എന്താണ് പറയുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് നമ്മൾ എല്ലാത്തിനും വാങ്ങിക്കും. പ്രൊഫഷണൽ ഹെൽപ്പ്, അത് നമ്മൾ സീനിയേഴ്സിൻ്റെ ഹെൽപ്പ് മാത്രം. പ്രൊഫഷണൽ ഹെൽപ്പ്, ഇപ്പോൾ എക്സാമ്പിൾ, ഒരു ഫിസിക്കൽ ഒരു പ്രോബ്ലം വന്നു, നമ്മൾ കാണാൻ വേണ്ടി ഒരു ക്ലയൻറ്റ് പറയാം, എനിക്ക് കൂടെ ചെസ്റ്റ് പെയിൻ ഉണ്ടാകുന്നുണ്ട്,
അല്ല എനിക്ക് എനിക്ക് എൻ്റെ ഒരു ലേഡിയാണ് ഇരിക്കുന്നത്, എൻ്റെ ബ്രസ്റ്റിൻ്റെ അകത്ത് എനിക്കൊരു പെയിൻ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ നമ്മളല്ല, നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും? ഒരു കൗൺസിലർ എന്നുള്ള നിലയ്ക്ക് നമ്മുടെ ജോലിയല്ല. അപ്പം നമ്മളൊരു പ്രൊഫഷണൽ ഹെൽപ്പ് നമ്മൾ ഏതെങ്കിലും ഒരു ഗൈനക്കോളജിനെ കൊണ്ട്, ഒരു ഫിസിഷ്യനെ കൊണ്ട് നമ്മളെ ടെസ്റ്റ് ചെയ്യിക്കുക. അപ്പം നമ്മളൊരു പ്രൊഫഷണൽ ഹെൽപ്പ് ഏത് കാര്യത്തിനകത്തും നമ്മൾ ചെയ്യണം. ഒരു എത്തിക്കൽ സ്റ്റാൻഡേർഡ് നമ്മൾ കീപ്പ് ചെയ്യണം. എത്തിക്സ് ഉണ്ട്, ചില എത്തിക്സുകൾ നമ്മളുണ്ട്. ആ എത്തിക്സ് നമ്മൾ ഇതിനകത്ത് നമ്മൾ പാലിച്ചിരിക്കണം. പിന്നെ നമ്മൾ മനസ്സിലാക്കുക, ലിമിറ്റേഷൻസ് നമുക്കുണ്ട്. എല്ലാം നമ്മൾക്ക് ചെയ്യാൻ പറ്റില്ല. ആസ് എ പേഴ്സൺ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഇതുവരെ ഉള്ളൂ, ഇതിനപ്പുറത്തേക്ക് എനിക്ക് ചെയ്യാൻ പറ്റിയല്ല. അപ്പം ഇതിനപ്പുറത്തേക്ക് നമ്മൾ ചെയ്യണമെന്ന് വിചാരിച്ച് നമ്മൾ നടക്കുക. അപ്പം നമ്മൾ ഒരു പ്രൊഫഷണൽ ഇത് മാത്രമേ നമ്മൾ ലിമിറ്റേഷൻസ് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ എപ്പോഴും പറയുന്നത് വെച്ചാൽ, നമ്മൾ 100 കേസ് വന്നാൽ 100 നമുക്ക് ശരിയാക്കാമെന്ന് വിചാരിക്കരുത്. ഒരെണ്ണം മതി. ആ ചെയ്യുന്നത് നന്നായിട്ട് നമ്മൾ ചെയ്യുക, അതിന് നമ്മൾ ആത്മാർത്ഥത ഉണ്ടാകുക, ചെയ്യുക. അല്ലാതെ 99 എണ്ണവും ശരിയായി, ഒരെണ്ണം ശരിയായില്ല എന്ന് വെച്ചുകൊണ്ട് അതിനെക്കുറിച്ച് ആലോചിച്ച് കളയരുത്. അതുകൊണ്ട് നമ്മളെ മാത്രമേ, വേറെ എത്രയോ പേരുണ്ട്, എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യണമെന്നില്ല. നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. എല്ലാ പ്രശ്നങ്ങളും നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റില്ല. ചിലപ്പം ഫാമിലി കൗൺസിലിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയുടെ പ്രശ്നം വന്നു, സോൾവ് ചെയ്യാൻ പറ്റിയില്ലെന്നിരിക്കും. പക്ഷെ 5 കുട്ടികളുടെ പ്രശ്നം വന്നു, ഒരേപോലെ പ്രശ്നമാണ്, 4 സോൾവ് ചെയ്തു, ഒന്നും സോൾവ് ചെയ്യാൻ പറ്റിയില്ല. ചിലപ്പോൾ നമുക്ക് ചെയ്യണമെന്ന് പറ്റില്ല. ദാറ്റ് ലിമിറ്റേഷൻസ് മനസ്സിലാക്കാം. പിന്നെ എപ്പോഴും സൈക്കോളജിക്കൽ മെൻ്റലി നമ്മളെപ്പോഴും ഹെൽത്തി ആയിരിക്കണം. ആസ് എ സൈക്കോളജി നമ്മൾക്ക് നമ്മുടെ പേഴ്സണൽ പ്രശ്നങ്ങളും നമ്മുടെ ഡിപ്രഷനും നമ്മുടെ ആങ്സൈറ്റിയും നമ്മുടെ ഒബ്സഷനും ഇതൊന്നും നമ്മുടെ പ്രൊഫഷണലി നമ്മൾ ബാധിക്കാൻ പാടില്ല. അപ്പം അത് പലപ്പോഴും നമ്മൾ കാണുന്നതാണ്. ഇവരുടെ വെൽബീയിങ്സ്, ഇവരുടെ മെൻ്റലി ഇവർ സ്ട്രോങ് അല്ലാത്തതുകൊണ്ട് എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ദെൻ എഫക്റ്റീവ്നെസ് ഉണ്ടാകും. ഫോർ എഫക്റ്റീവ്നെസ് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ, നമ്മൾ മറ്റുള്ളവർ വരുന്ന ക്ലയൻറ്റ് അവരെന്താണെന്നുള്ളത് മനസ്സിലാക്കുക. അവരെ നമ്മൾ എഫക്റ്റീവ് ആക്കണം. വരുന്ന ക്ലയൻറ്റിൻ്റെ ആവശ്യം എന്താണ്, അവർക്ക് എന്തൊക്കെയാണ് നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത്, അവരെന്താണ് നമ്മളിന്ന് പ്രതീക്ഷിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. സെൽഫ് റിഗാർഡ്, നമ്മളെക്കുറിച്ച് നമുക്കൊരു അവബോധം ഉണ്ടായിരിക്കും. നമുക്ക് നമ്മുടെ കാര്യങ്ങൾ അറിയാം, നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അറിയാം. പിന്നെ നമ്മളെപ്പോഴും ചേഞ്ച് ചെയ്യണം, സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ ചേഞ്ച് ചെയ്യണം. പിന്നെ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ ലൈഫ് ഓറിയൻറ്റഡ് ആയിരിക്കണം. നടക്കാത്ത കാര്യങ്ങളെക്കുറിച്ച്, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് എപ്പോഴും നമ്മൾ ചെയ്യുമ്പോൾ അവരുടെ സാഹചര്യങ്ങൾ, അവരുടെ കുടുംബം, ഇതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ചെയ്യാൻ പറ്റുന്നത്. ഒരു ഉദാഹരണം, ഒരു കുട്ടി വഴക്കുണ്ടായിക്കൊണ്ടിരിക്കുക, എനിക്കൊരു കാറ് വേണം എന്ന് വെച്ചുകൊണ്ടിരിക്കുക. അവർക്ക് കാർ വാങ്ങാൻ പറ്റില്ല, കുട്ടിക്ക് കാർ വാങ്ങിച്ചു കൊടുക്കാൻ നമുക്ക് പറയാൻ പറ്റും. പക്ഷെ നമുക്ക് അവൻ്റെ ഒരു ആവശ്യമാണെങ്കിൽ ആ ലൈഫ് അവന് വേണ്ടതായെന്നുള്ളത് നമുക്ക് അതിനെ ചെയ്യാം. പിന്നെ സിൻസിയർ ആൻഡ് ഓണസ്റ്റ് ആയിരിക്കും. നമ്മൾ ചെയ്യുന്ന കാര്യം സത്യസന്ധത വേണം. നമ്മൾ എല്ലാ കാര്യങ്ങളും അനുഭവങ്ങളിൽ നമ്മൾ പഠിക്കാനായിട്ട് തയ്യാറാക്കണം. ദെൻ യു മസ്റ്റ് അക്സെപ്റ്റ് യുവർ മിസ്റ്റേക്ക്. നമ്മുടെ തെറ്റുകൾ നമുക്ക് പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആ തെറ്റുകളെ നമ്മൾ അംഗീകരിക്കാൻ തയ്യാറാണ്. ശരി, എനിക്കൊരു തെറ്റ് പറ്റി, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ എടുത്തതല്ല, അല്ലെങ്കിൽ ഞാനത് കേട്ടിരുന്നില്ല, ദാറ്റ്സ് അവർ മിസ്റ്റേക്ക്. അല്ലെങ്കിൽ ഞാൻ എടുത്ത തീരുമാനം ശരിയായിരുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്നതായിരുന്നില്ല. പിന്നെ ഇന്നത്തെ ജീവിതത്തെ നമ്മൾ ജീവിക്കുന്ന സാഹചര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട തീരുമാനങ്ങളായിരിക്കും നമ്മൾ എടുക്കുന്നത്. അതിനകത്ത് കൾച്ചറുണ്ട്, എല്ലാ കാര്യങ്ങളും, ആ ഒരു സംസ്കാരം എങ്ങനെയുണ്ട്, അതൊക്കെ അനുസരിച്ചായിരിക്കും നമ്മൾ തീരുമാനം എടുക്കേണ്ടത്. പിന്നെ ഒരു ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ തയ്യാറാകണം. ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് വെച്ചാൽ ക്ലയൻറ്റുമായിട്ട് മാത്രമല്ല, ബാക്കിയുള്ളവർ മാത്രമല്ല, സമൂഹമായിട്ട് നമ്മുടെ ബന്ധങ്ങൾ നമ്മൾ ശരിയാക്കി ഇരിക്കണം. ഒരു ബാലൻസ്ഡ് ലൈഫ് ആയിരിക്കണം. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമ്മുടെ ലൈഫ് ഒരു ബാലൻസ്ഡ് ലൈഫ് ആയിരിക്കണം. ഇപ്പം പ്രൊഫഷണൽ ആണെങ്കിലും നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ ഇത് തമ്മിൽ ഒരു ബാലൻസ് വേണം. അല്ലെങ്കിൽ നമ്മൾ പ്രൊഫഷണൽ കാര്യത്തിനകത്ത് ശ്രദ്ധിക്കും, നമ്മളെ പേഴ്സണൽ കാര്യങ്ങൾ ശരിയല്ല എന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും ഒരു സൈക്കോളജിസ്റ്റിനെ സംബന്ധിച്ച്, ഒരു കൗൺസിലറെ സംബന്ധിച്ച് ശരിയാകുകയില്ല. പിന്നെ നമുക്ക് എന്താ ചെയ്യും, നമ്മൾ ഇത് കൂടാതെ പേഴ്സണൽ മെഷർമെൻറ്റ്, ഓവർകം ഫാക്ടിങ്, നമ്മൾ കുറേ കാര്യങ്ങൾ ഇത് എത്രയൊക്കെ നമ്മൾ ജോലികൾ ചെയ്യുമ്പോഴും നമ്മൾ ഫാക്ടറി മടുപ്പുണ്ടാകും. അപ്പോൾ നമ്മളെപ്പോഴും എനർജറ്റിക് ആയിരിക്കണം. അപ്പോൾ അതിന് നമ്മളെന്താ, നമ്മൾ റോൾ ചേഞ്ച് നമ്മൾ പഠിക്കണം. റോൾ ചേഞ്ച് കാരണം ഒരു ഹെൽത്തി പ്രൊഫഷണൽ എൻവയോൺമെൻ്റ് ആയിരിക്കണം. നമ്മുടെ വെൽബീയിങ് ഉണ്ടായിരിക്കണം. നമുക്ക് നമ്മുടെ മെൻ്റൽ ഹെൽത്തിനും വേണ്ടി, നമ്മുടെ ശാരീരികമായ ഹെൽത്തിനും വേണ്ടി നമ്മൾ ചെയ്യണം. അല്ലാതെ നമ്മളിതെല്ലാം ചെയ്തു, ഇത്ര ജോലി ചെയ്യാൻ തളർന്നു പോയി, നമ്മൾ പറയേണ്ട കാര്യമില്ല. തളർന്നു പോകാൻ ആണെങ്കിൽ അത് നമ്മൾ എടുക്കരുത്.
ഇന്ന് 5 പേര് വന്നു, അല്ല 6 വന്നു, 7 പേര് വന്നു. അയ്യോ ഭയങ്കര ടയർഡായിപ്പോയി. ചിലപ്പോൾ ഒരു ദിവസം ചെല്ലുമ്പോൾ ആരും ഉണ്ടായില്ല, അയ്യോ ഇന്ന് ആരുമില്ല. ഇതിപ്പോൾ നമ്മളൊരു ഹെൽത്തി ഇതായിരിക്കണം. നമ്മൾ ചെയ്യുന്നത് എല്ലാത്തിനും നമ്മൾ ഒരേ രീതിയിൽ കാണാൻ കഴിയും. എവരിത്തിങ് ഇസ് ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് നമുക്കുണ്ടായിരിക്കണം. ഒപ്റ്റിമിസ്റ്റിക് ആയിരിക്കണം നമ്മൾ. അപ്പോൾ നമ്മുടെ സക്സസിനെ കുറിച്ച് നമ്മൾ കൗണ്ട് ചെയ്യാൻ സാധിക്കണം. നമ്മുടെ ഹെൽത്തിനെ കുറിച്ച് നമ്മൾ ചെയ്യണം. ഒരു വെൽ ബീയിങ് ഉണ്ടായിരിക്കണം. നമ്മളൊരു ബാലൻസ് ലൈഫ് ആയിരിക്കണം എപ്പോഴും. അതായത് ഓവർ സ്ട്രെസ് ആകാൻ പാടില്ല, ഓവർ ആങ്ഷ്യസ് ആകാൻ പാടില്ല, ഓവർ ഒബ്സസീവ് ആകാൻ പാടില്ല. അപ്പോൾ നമുക്ക് സ്ട്രെസ് വരുമ്പോൾ സ്ട്രെസ്സിനെ നമ്മൾ റെഡ്യൂസ് ചെയ്യാനായിട്ട് നമ്മൾ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അപ്പം നമ്മളൊരു പേഴ്സണൽ ടൈം, പേഴ്സണൽ മാനേജ്മെൻറ്റ്, ഒരു ഫാമിലിയും ഇതുമായിട്ട് നമ്മളൊരു ചെയ്യണം. അപ്പോൾ പേഴ്സണൽ മെഷർമെൻറ്റ്സ് ടു ഓവർകം ഫാറ്റിക്, അത് നമ്മൾ ഒരിക്കലും മടുക്കാതെ നിൽക്കണം. അപ്പം ഇത് എപ്പോഴും നമ്മൾ ആലോചിക്കണം. ഒരു കൗൺസിലർ ആകുമ്പം ഇത്രയും കാര്യങ്ങളെങ്കിലും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഒന്ന്, പേഴ്സണൽ റിക്വയർമെൻറ്റ്സ് നമ്മൾ ചെയ്യണം. നമ്മൾ ഈ പ്രൊഫഷനിൽ വളരാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം. നമ്മൾ ആരുടെങ്കിലും ഒരു ഹെൽപ്പ് വാങ്ങിക്കുന്നത്, നമുക്ക് എന്തെങ്കിലും ഇതുവന്ന് ചെയ്യും. നമ്മൾ ചെയ്യുന്ന പിന്നെ എഫക്റ്റീവ്നെസ്, ചെയ്യുന്ന കാര്യം എഫക്റ്റീവ് ആകണം എന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ഞാൻ പറയും, ഓൾവേസ് ദ ക്ലൈൻറ്റ് അവരെയാണ് നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നത്. കാരണം ഒരാൾ വരുന്നത് നമ്മൾ ആദ്യം, ഞാൻ എപ്പോഴും നമ്മുടെ ട്രെയിനിങ് വരുന്ന കുട്ടികളൊക്കെ ഞാൻ പറയാം, നമ്മൾ എന്തുകൊണ്ട് പോകുന്നില്ല, നമ്മൾ പോകാത്തതിനൊരു കാരണം. ഇപ്പം എനിക്ക് പ്രശ്നമില്ലാത്തതുകൊണ്ടല്ല ഞാനൊരു സൈക്കോളജിസ്റ്റിനെ കാണാം, ഒരു സൈക്കാട്രിസ്റ്റിനെ ഞാൻ കാണാൻ പോകാത്തത് കൊണ്ടല്ല. പക്ഷെ നമുക്കതിനെ സോൾവ് ചെയ്യാനായിട്ടുള്ള പറ്റുന്നുണ്ട്. സോൾവ് ചെയ്യാൻ പറ്റില്ലെങ്കിലോ നമ്മളൊരു പ്രൊഫഷണൽ പോകും. നമ്മുടെ മുമ്പിൽ വരുന്ന ആൾക്കാർ സോൾവ് ചെയ്യാൻ പറ്റാത്ത ഒരാളാണ്. അപ്പോൾ അവരുടെ കഴിവുകളെ എൻ്റെ മുമ്പിൽ വന്നിരിക്കുന്ന ഒരു കൗൺസിലറുടെ മുമ്പിൽ വന്നിരിക്കുന്നത് അവർ കഴിവുകെട്ടവരാണെന്നുള്ളതിനെ കുറിച്ച് ധരിക്കുകയല്ല, അവർക്ക് ആ പർട്ടിക്കുലർ പ്രശ്നത്തെ സോൾവ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. അപ്പോൾ അവരുടെ കഴിവിനെ നമ്മളെപ്പോഴും റെസ്പെക്ട് ചെയ്യണം. ആ കഴിവിനെ റെസ്പെക്ട് നമ്മൾ എഫക്റ്റീവായിരിക്കും. നമ്മൾ ചേഞ്ച് ചെയ്യാൻ തയ്യാറാണ്. നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ ലൈഫ് ഇവൻറ്റുമായിട്ടുള്ളതായിരിക്കണം. നമ്മൾ ചെയ്യുന്ന ജോലിക്കുള്ള സിൻസിയറിറ്റി വേണം, സത്യസന്ധത വേണം, പിന്നെ എല്ലാത്തിനും ഒരു ഹ്യൂമർ വേണം, ഒരു തമാശ രീതിയിൽ. കാരണം നിങ്ങൾ ഭയങ്കര പ്രശ്നമാണ് കേട്ടോ, ഒരു രക്ഷപ്പെടില്ല, അങ്ങനെയല്ല നമ്മളെടുക്കുന്നത്. നമ്മളെടുക്കുന്ന ഹ്യൂമർ, ഇതൊക്കെ പ്രശ്നമാണ്, നമുക്കിതിനെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും, ഇതൊക്കെ എല്ലാവർക്കും സംഭവിക്കുന്നതല്ലേ എന്നൊരു ആറ്റിറ്റ്യൂഡ്. പൊണ്ണൻ മറിഞ്ഞങ്ങ് വീഴുന്ന കണ്ടാൽ കണ്ണിന് കൗതുകം മഹാദേവ ശംഭവം എന്നാണ് കുഞ്ഞനമ്പ്യാർ പറഞ്ഞത്. അവൻ വീഴുന്ന കാണുമ്പം അത് വീഴ്ചയാണെങ്കിൽ പോലും ആ വീഴ്ചയിൽ ആ പൊണ്ണനാണ്, അവൻ മറിഞ്ഞു വീണപ്പോൾ എന്തൊരു രസമായിരുന്നു അവൻ്റെ വീഴ്ചയ്ക്ക്, അതിനൊരു അഴകുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഒരാൾ കഴിവില്ല എന്ന് പറയാം. ഇപ്പം കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞല്ലോ, പൊക്കമില്ലാത്തതാണ് എൻ്റെ പൊക്കം എന്ന് പറയുന്നത്, അത് പറയാനുള്ളൊരു മാനസികാവസ്ഥ നമ്മളിലേക്ക് കൊണ്ടുവരണം. അതാണ് ഹ്യൂമർ എന്ന് പറയുന്നത്. അവൻ്റെ കഴിവുകളിലെ കഴിവും കഴിവുകേടുകളിലെ കഴിവും നമ്മൾ കണ്ടുപിടിക്കണം. അതാണ് എഫക്റ്റീവ്നെസ് ആണ്. അപ്പോഴേ നമുക്ക് നമ്മുടെ കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ എഫക്റ്റീവ് ആകുള്ളൂ. പിന്നെ എപ്പോഴും നമ്മൾ മടുക്കാത്തത് ഏത് ജോലി, എപ്പോഴും ഞാൻ പലപ്പോഴും കാണുന്ന ഒരെണ്ണമാണ്, പലപ്പോഴും കാണുന്ന ഒരു സംഗതിയാണ്, ജോലി ചെയ്ത് തളർന്നു, ഭയങ്കര ജോലി കൂടുതലാണ്, പിന്നെ ഇതിന് നമ്മൾ എടുക്കുന്നത്. ഞാൻ രാവിലെ 8 മണി മുതൽ ഇരിക്കുകയാണ്, അതെ സമ്മതിച്ചു. 5 മണിക്ക് ഒരു പേഷ്യൻ്റ് വന്നാലും നമ്മൾ 8 മണിക്കിരുന്ന അതേ മാനസികാവസ്ഥയോട് നമ്മൾ ഇരിക്കണം. പിന്നെ എപ്പോഴും എത്ര നമ്മൾ പറയും, ഒരു ഡിറ്റാച്ച്ഡ് റിലേഷൻഷിപ്പേ ഉണ്ടാകാവുള്ളൂ. എപ്പോഴും നമ്മൾ വരുന്ന ക്ലയൻറ്റിന് ഒരു ട്രാൻസ്ഫറൻസ് ഉണ്ടാകാനുള്ള, നമ്മളോടൊരു ഡിപ്പെൻഡൻസി, നമ്മളോട് അടുപ്പം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ഒരു കൗണ്ടർ ട്രാൻസ്ഫറൻസ് നമുക്കുണ്ടാകും. അവരോട് നമുക്കൊരു അടുപ്പം ഉണ്ടാകാൻ പാടില്ല, എന്നാൽ നമ്മുടെ ജോലിയാണ് ചെയ്യുന്നത്. ഇറ്റ്സ് ഒരു ഡിറ്റാച്ച് റിലേഷൻഷിപ്പ്. ഇത് കഴിഞ്ഞാൽ അവരുമായിട്ടുള്ള നമ്മുടെ റിലേഷൻഷിപ്പ് കഴിഞ്ഞു. ദിസ് ഇസ് ഓവർ, ദെൻ ഓവർ. ഇത് പിന്നെ ജീവിതകാലം മുഴുവൻ കാര്യങ്ങൾ ചെയ്ത് നടക്കും. നമ്മളൊരാൾ വന്നായിട്ട് ദുഃഖങ്ങൾ അയ്യോ എന്ന് പറഞ്ഞ് നമ്മുടെ ഉറക്കം കെടുത്താൻ പാടില്ല. എവിടെയാണ് നമ്മൾ കൗൺസിൽ, അത് കഴിയുമ്പം അതുമായിട്ട് ഡിറ്റേൽസ് റിലേഷൻഷിപ്പ്, ഇത് നമ്മുടെ തലയിൽ കൊണ്ട് നടക്കാൻ പാടില്ല. ഇത് നമ്മൾ തലയിൽ കൊണ്ട് നടന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നതായ ജോലിയിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം ഒരിക്കലും ഒരു അറ്റാച്ച്ഡ് റിലേഷൻഷിപ്പ് ഉണ്ടാകും, ഡിറ്റാച്ച്ഡ് റിലേഷൻഷിപ്പ് വേണം. അതുകൊണ്ട് അവരുടേത് പ്രോബ്ലം ആണെന്ന് നമ്മൾ, അവരുടെ പ്രോബ്ലമാണ് എൻ്റെ എല്ലാം ചിന്തിക്കേണ്ടത്. നമ്മൾ കേസിലിരിക്കുമ്പം ഇത് നമ്മുടെ പ്രോബ്ലം കൂടെയാണ്, നമ്മളാണ് ഒരു സൊല്യൂഷൻ കാണേണ്ടത്, നമ്മളാണ് അവരെ ഹെൽപ്പ് ചെയ്യേണ്ടത്. പക്ഷേ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെയല്ല.
ഒരു കേസ് കഴിഞ്ഞ് അത് കഴിഞ്ഞു, അടുത്ത കേസ് കഴിഞ്ഞ് അത് കഴിഞ്ഞു. നമ്മൾ ഇതൊന്നും തലയിൽ കൊണ്ടു നടക്കാൻ പാടില്ല. ഇറ്റ്സ് ഓൾവേസ് യു മസ്റ്റ് കീപ് എ ഡിറ്റാച്ച്ഡ് റിലേഷൻഷിപ്പ്. അത് ഇല്ലെങ്കിൽ ഫാക്റ്റ് ചെയ്യും. ഇതും കൊണ്ട് നമ്മൾ പോയാൽ നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ജീവിതത്തിലും പ്രശ്നങ്ങളുണ്ടാകും. അപ്പം ഇത്രയും കാര്യങ്ങൾ ഒരു ബേസിക്കായിട്ട് ഒരു കൗൺസിലിംഗ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. കൗൺസിലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ 1-to-1 റിലേഷൻഷിപ്പ്, ഫേസ് ടു ഫേസ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അവർ ക്രിയേറ്റിംഗ് എ റാഷണൽ തിങ്കിങ് ഇൻ ദ ക്ലയൻറ്റിന് ഒരു ഒരു ഉത്ബോധമുണ്ടാക്കുക എന്നുള്ളതും, ഗൈഡൻസ് പറഞ്ഞാൽ അവരുടെ കഴിവുകളെ നമ്മൾ വികസിപ്പിച്ച് അവരെ ഒരു ലക്ഷ്യത്തിലെത്തിക്കുക എന്നുള്ളതാണ്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാം. ഗൈഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു വഴികാട്ടിയാണ്, അവൻ്റെ കഴിവുകളെ നമ്മൾ പ്രോത്സാഹിപ്പിച്ച് ഒരു നല്ല നിലയ്ക്ക് എത്തിക്കുക. കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ അവൻ ഒരു റാഷണൽ തിങ്കിങ് ഉണ്ടാക്കി അത് സൊല്യൂഷൻ ഉണ്ടാക്കി കണ്ടുപിടിക്കാനായിട്ടുള്ള ഹെൽപ്പ് ചെയ്യുക. അതേപോലെ തന്നെ സൈക്കോതെറാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു പേഴ്സണൽ ചേഞ്ച്, ഒരു ബിഹേവിയർ ചേഞ്ച് ഉണ്ടാക്കുന്നത്, പേഴ്സണാലിറ്റി ചേഞ്ച് ഉണ്ടാക്കുന്നതാണ് തെറാപ്പി എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഈ കൗൺസിലിംഗ് എടുക്കുമ്പോൾ എന്താണ് കൗൺസിലിംഗ്, എന്താണ് ഗൈഡൻസ്, എന്താണ് തെറാപ്പി. അപ്പോൾ ആൾക്കാർ വരുന്നത് പലതും ചോദിച്ചാൽ നിങ്ങളൊരു തെറാപ്പി എടുത്തില്ല. തെറാപ്പി നമ്മുടെ ജോലിയാണ്, നമുക്ക് തെറാപ്പി ചെയ്യാം, അല്ലെങ്കിൽ ചെയ്യേണ്ടതിന് ചെയ്യാം. അപ്പോൾ ആൾക്കാർ വളരെ നിങ്ങളെന്തുകൊണ്ട് കോഗ്നേറ്റീവ് ബിഹേവിയർ തെറാപ്പി ചെയ്യുന്നില്ല? അപ്പം നമ്മൾ ഇവർക്ക് കോഗ്നേറ്റീവ് ബിഹേവിയർ തെറാപ്പി വേണ്ടതാണോ എന്നുള്ളത് നമ്മൾ ആലോചിച്ച് നോക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ഒക്യുപ്പേഷണൽ തെറാപ്പി എനിക്ക് ചെയ്യുന്നതില്ല, അതിനാണോ വന്നതെന്നുള്ളത് നോക്കണം. അപ്പോൾ ആൾക്കാർ നമ്മൾ പറയുമ്പം അവർക്ക് ആവശ്യമുള്ളത് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അതാണ് നമ്മളെ കൗൺസിലിങ്ങിൻ്റെ ഏറ്റവും അത്യാവശ്യവും മുൻപന്തി നിൽക്കുന്നതുമായ കാര്യങ്ങൾ. അപ്പോൾ കൗൺസിലിംഗ് എന്താണെന്ന് മനസ്സിലാക്കാം. ഇത് ഇന്ത്യയിൽ തുടങ്ങിയത് 1941 54 ഇതൊരു പ്രൊഫഷണലി നമ്മൾ അപ്രൂവൽ വാങ്ങിക്കേണ്ട ഒരു സംഗതിയാണ്. ഇതിനകത്ത് പല സ്റ്റെപ്സുകളും പല പ്രോസസ്സിങ്ങും ഉണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിനി വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കുക. അപ്പോൾ ആമുഖം എന്ന നിലയ്ക്ക് കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ ബേസിക് എന്ത് കാര്യം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പം ഒറ്റ കാര്യം ഇതോടൊക്കെ, കൗൺസിലിംഗ് ഈസ് ക്രിയേറ്റിംഗ് എ റാഷണൽ തിങ്കിങ് ഇൻ ദ പീപ്പിൾ. ഗൈഡൻസ് ഈസ് ടാപ്പിംഗ് ദ പൊട്ടൻഷ്യൽ ഇൻ ദ ക്ലയൻറ്റ്. ഇത് മനസ്സിലാക്കി ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ വിശദമായ ക്ലാസ്സുകളിൽ ബാക്കി കാര്യങ്ങൾ അടുത്ത ക്ലാസ്സുകൾ നമ്മൾ പഠിക്കുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും നന്ദി. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. നമസ്തേ.